എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ SSC CGL മെയിൻസ് 2022 ആൻസർ കീ വന്നിട്ടുണ്ട്. അപ്പോൾ മെയിൻസ് 4 ദിവസമായിട്ടാണ് നടത്തിയത്. മാർച്ച് 2, 3, അതുപോലെ 6, 7 മാർച്ചിലാണ് നമ്മുടെ ഇപ്പൊ കഴിഞ്ഞ എക്സാം ആണ്. അപ്പൊ അതിന്റെ ആൻസർ കീ 2 ദിവസം മുമ്പ് കഴിഞ്ഞ ദിവസം SSC റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ 4 ദിവസത്തെ നമ്മുടെ മാത്സിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മാർച്ച് 2 നടന്ന മെയിൻസിന്റെ 30 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എക്സാം എളുപ്പമാണെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എക്സാം എളുപ്പമാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ 90-ൽ 90 മാർക്ക് അല്ലെങ്കിൽ 85+ മേടിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റത്തുള്ളൂ, മാത്സ് ഫുള്ളും എളുപ്പമാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ മേടിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ എന്താണ്, നിങ്ങളുടെ പ്രിപ്പറേഷൻ ഓക്കെ ആണ്, ഈ എക്സാമിന് വേണ്ടി ഓക്കെ ആണ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം 30 ക്വസ്റ്റ്യൻസിനകത്ത് എത്രണ്ണം എളുപ്പമായിരുന്നു, എത്രണ്ണം കുറച്ച് കാൽക്കുലേറ്റീവേ ഉള്ളൂ, ബാക്കിയെല്ലാം എളുപ്പമായിരുന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പം CHSL-ന്റെ ഒരു പാറ്റേൺ നോക്കുമ്പോൾ ആദ്യത്തെ 2 എക്സാം എളുപ്പം, പിന്നെ ബാക്കി കാൽക്കുലേറ്റീവ് ആണ്. അപ്പൊ അങ്ങനെ TCS-ന് അങ്ങനെ ഒന്നുമില്ല, ഇവർക്ക് CGL ഒന്നും CHSL ഒന്നും ഇല്ല. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഒരുപാട് പേര് എൻ്റെ അടുത്തും ചോദിക്കുന്നുണ്ട്, പേഴ്സണലായിട്ട് ചോദിക്കുന്നുണ്ട്. ഇപ്പം എളുപ്പമായിട്ട് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, അപ്പം എളുപ്പ ക്വസ്റ്റ്യൻ മാത്രം ചെയ്താൽ മതി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പ്രീവിയസ് വന്നിട്ടുള്ള എല്ലാ ടൈപ്പും ചെയ്യുക. അതായത് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ് കിട്ടുന്ന ക്വസ്റ്റ്യൻസും ചെയ്യണ്ട, പക്ഷെ പ്രീവിയസ് വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യുക. അതായത് TCS വന്നതിന് ശേഷം 2018 ശേഷം ഉള്ള എല്ലാ ക്വസ്റ്റ്യനും ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഒരിക്കലും എക്സാം എളുപ്പമോ പാടെന്നോ ഒരു പ്രശ്നം വരില്ല. നമുക്ക് കുറച്ച് കാര്യം പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പം ഈ എളുപ്പം ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചുകൊണ്ട് പോയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, എവിടെയെങ്കിലും ഒരു കാൽക്കുലേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, അവിടെ പ്രശ്നമാവും. അപ്പൊ അതുകൊണ്ട് പഠിക്കുമ്പോൾ പ്രീവിയസ് എല്ലാ ടൈപ്പും പഠിച്ചുകൊണ്ട് പോവുക. അപ്പൊ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അങ്ങനെ പഠിച്ചുകൊണ്ട് പോയാൽ നിങ്ങൾക്ക് എന്താവും, എല്ലാ എക്സാമിനും 95% മുകളിൽ മാത്സിന് മാർക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ മാർക്ക് പഠിക്കുന്നവർക്ക് GK-യുടെ കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല. ബാക്കി ഇംഗ്ലീഷ്, മാത്സ്, റീസണിങ്, ഇതിന് മൂന്നിനും നിങ്ങൾ മാക്സിമം മാർക്ക് പഠിക്കുക. അപ്പൊ ഇവിടെ 85 മേടിക്കാതെ അതൊരു 75 ആയിപ്പോയാൽ അവിടെ ഒരു 10 മാർക്കിന്റെ വ്യത്യാസമുണ്ട്. പക്ഷെ നമുക്കത് GK-യിൽ ഇത് ചെയ്യാൻ പറ്റൂല. അപ്പൊ അതാണ് പ്രശ്നം. അപ്പൊ അതുകൊണ്ട് മാക്സിമം മാർക്ക് മേടിക്കാവുന്ന രീതിയിൽ ഇപ്പൊ അടുത്ത CGL 2023 വരുവാണ്, ഒരു 4 മാസത്തിനകം. ഇപ്പൊ ഇപ്രാവശ്യം മാർക്ക് കുറഞ്ഞു പോയവര് ഒട്ടും വിഷമിക്കേണ്ട, ഒരു 4 മാസത്തിനകത്ത് അടുത്ത എക്സാം വരുവാണ്. ഇതൊരു ട്രയൽ എക്സാം പോലെ കണ്ടാൽ മതി. അതിനും വേക്കൻസി വരും, കാരണം അടുത്ത ഇലക്ഷൻ വരുവാണ്. അടുത്ത ഇലക്ഷൻ വരുന്നതുകൊണ്ട് അതിന് ഒരുപാട് വേക്കൻസീസ് വരും. അപ്പൊ നിങ്ങൾ ഇപ്പോൾ കുറച്ച് ഡൗൺ ആയി പോയവർ, അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു പോയവർ, നെഗറ്റീവ് കൂടുതൽ അടിച്ചവർ കാണും, കമ്പ്യൂട്ടറിന് നല്ല മാർക്ക് ഇല്ലാത്തവർ കാണും, ചിലപ്പോൾ ഡിസ്ക്വാളിഫൈ ആയവർ കാണും, എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതിരിക്കുന്നതാണ് നല്ല മാർക്ക് ഉണ്ടായിട്ട്. അങ്ങനെയുള്ളവരോട് പറയുന്നത്, ജസ്റ്റ് ഒരു 4 മാസം കൂടെ കഴിഞ്ഞാൽ വീണ്ടും ഇതിനും ഇത്രയും വേക്കൻസിയിൽ തന്നെ അടുത്ത എക്സാം വരും. ഇപ്പൊ തന്നെ ഇതേ ഫ്ലോയിൽ തന്നെ പഠിക്കുക. നമ്മൾ ദിശ അക്കാഡമിന്റെ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. CGL-ന് വേണ്ടി നല്ല ടോപ്പായിട്ടുള്ള ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം, CGL മെയിൻസിന്റെ ഇനി വരുന്ന എക്സാംസിന് എല്ലാത്തിനും യൂസ്ഫുൾ ആണ്. മെയിൻസിൽ നടന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, അനാലിസ് ചെയ്യാം. അപ്പം മാർച്ച് 2 നടന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 30 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ എക്സാമിന് എങ്ങനെ ചെയ്യണം എന്നൂടെ പറയാം. നിങ്ങൾ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ്, ബിഗിനർ, 2 ടൈപ്പ് സൊല്യൂഷൻ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ബിഗിനർ ടൈപ്പും പിന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് നേരത്തെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ. ഓക്കെ, ഇപ്പൊ 1 വർഷമായി പഠിച്ച കുറച്ച് ആയവർക്ക് എല്ലാവരും ചെയ്യേണ്ടത് ആ ഒരു മെത്തഡാണ്, അതായത് എക്സാം സെൻട്രിക് ആയിട്ടുള്ള അപ്രോച്ച്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യും, ഈ സൊല്യൂഷൻ ചെയ്യുമ്പോൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം ബിഗിനർ ലെവൽ എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാം എഴുതി ചെയ്യുന്നു. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യുന്നു. If interest be compounded half yearly, then find the compound interest on 8,000 at the rate of 20% per annum for 1 year. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ബേസിക് ആയിട്ടുള്ള ക്ലാസ് എല്ലാം SSC GD എന്ന് പറഞ്ഞിട്ട് പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്. അതുപോലെ CHSL-ന്റെ ക്ലാസ് ചെയ്തിട്ടുണ്ട്. ബേസിക് സ്ട്രോങ് അല്ലാത്തവർ, അല്ലെങ്കിൽ ബേസിക് അറിയാത്തവർ, നിങ്ങൾ പെട്ടെന്ന് എത്രയും വേഗം അത് തീർക്കാൻ പറ്റും അത്രയും വേഗം ആ ബേസിക് ക്ലാസ്സസ് എല്ലാം കാണുക. അതിനുശേഷം നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. ആ ബേസ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. ആ ബേസ് ആ ക്ലാസ് എല്ലാം അവിടെ ഉണ്ട്. അപ്പൊ ഈ സൊല്യൂഷൻ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും ബേസിലോട്ട് ഡീപ്പായിട്ട് 30 ദിവസം ചെയ്യുമ്പോൾ ഒരുപാട് സമയം എടുക്കും. ഇപ്പൊ നമ്മൾ എക്സാം സെൻട്രിക് ആയിട്ടുള്ള സൊല്യൂഷൻസ് ആയിരിക്കും പറയുന്നത്. മനസ്സിലാവാത്തവർ ജസ്റ്റ് അതൊന്ന് കാണുക, പിന്നെ നമ്മുടെ ക്ലാസ്സുകൾ കണ്ടിട്ട് ബേസിക് ക്ലാസ്സുകൾ കാണുക, പിന്നെ നമ്മൾ ക്ലാസ്സും തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, 8,000 രൂപയാണ്. നമുക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ ഈ ഇത് തീർക്കാൻ നോക്കാം. ഓക്കെ, ഇപ്പൊ 20% പെർ ആനമാണ് ഫോർ 1 ഇയർ. നമുക്ക് എന്താ വേണ്ടത്, നമുക്ക് ഇൻട്രസ്റ്റ് ബി കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി ആണ്. ഇപ്പൊ ഹാഫ് ഇയർലി ആകുമ്പോൾ എന്താവും, 1 വർഷത്തേക്കാണ് 20%. അപ്പൊ ഹാഫ് ഇയർലി ആകുമ്പോൾ എത്ര പെർസെന്റേജ് ആവും, 10% ആവും. അങ്ങനെ എത്ര ഹാഫ് ഇയർ ഉണ്ട്, ഫോർ 1 ഇയർ ആണ് നമുക്ക് വേണ്ടത്. എത്ര ഹാഫ് ഇയർ ഉണ്ട്, 2 ഹാഫ് ഇയേഴ്സ് ഉണ്ട്. അതായത് 2 വട്ടം 10% ആണ് ഒരു ഹാഫ് ഇയറിൽ. അതേപോലെ അടുത്ത വർഷം 10%. ഇവിടെ സക്സസ് എഫക്റ്റീവ് എത്ര വരുന്നത്, 10 + 10 + 10 × 10/100. അതായത് ടോട്ടൽ എഫക്റ്റീവ് റേറ്റ് എത്രയാണ്, 21%. അതായത് 10ന്റെ 2 വർഷത്തേക്കുള്ള എഫക്റ്റീവ് റേറ്റ് 21%. ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ആ ബേസിക് ക്ലാസ് കോമ്പൗണ്ടേഴ്സിന്റെ ഒരു ഫുൾ ക്ലാസ് ചെയ്തിട്ടുണ്ട്, അത് കാണാം. 21% നമ്മുടെ സം.
8000ന്റെ 21%. 8000ന്റെ 21% എന്ന് പറഞ്ഞാൽ 8000 ഇൻറ്റു 21/100. നിങ്ങൾക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ജസ്റ്റ് നോൺ സീറോ നമ്മുടെ ഓപ്ഷൻ നോക്കും. ഓപ്ഷനകത്ത് 8 ഗുണം 21, അതായത് 168 എന്ന് പറയുന്നതായിരിക്കും എന്ത് നോൺ സീറോ ആയിട്ടുള്ളത്. ബാക്കിയെല്ലാം 0 ആയിരിക്കും. നിങ്ങൾ എഴുതി നോക്കിയാൽ മതി 8000 ഗുണം 21/100. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ജോലി കിട്ടുന്ന ഒരാളും ജസ്റ്റ് പോയി എക്സാം എഴുതിക്കൊണ്ട് വരുന്ന ഒരാളും നമ്മുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അപ്പൊ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും. 8000 ഗുണം 21 കിട്ടുന്നത് 10 + 10 അതൊക്കെ എഴുതിയിട്ട് ചെയ്യുന്നവരാണ്. 21/100 ചെയ്ത് ഈ 2 0 0 വെട്ടി പിന്നെ 21 8 168 എന്ന് എഴുതി 0 എഴുതി 1650 അങ്ങനെ കണ്ടുപിടിക്കുന്നവരും കാണും. ഇത് നോക്കിയിട്ട് പേന എടുക്കാതെ പെൻ ഫ്രീ ആയിട്ട് ചെയ്യുന്നവർ കാണും. പെൻ ഫ്രീ ആയിട്ട് ചെയ്യുന്നവർ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ഹാഫ് ഇയർലി നോക്കും. ഒരു വർഷമാണ് 20% ഹാഫ് ഇയർ ആകുമ്പോൾ 10 ആവും. 10 വെച്ചിട്ട് 2 വട്ടം 21% ആവും. 8000ന്റെ 21% എന്ന് പറഞ്ഞാൽ എന്താ നോൺ സീറോ ആയിട്ടുള്ളത് 8 × 21 168. ഏത് ഓപ്ഷനിലാണോ 168 ഉള്ളത് അത് ഓപ്ഷൻ മാർക്ക് ചെയ്ത് പോകും. അങ്ങനെയുള്ളവർക്ക് എന്താവും ഒരു 6-7 മിനിറ്റ്, അതായത് 10 മിനിറ്റോളം റീസണിങ് ചെയ്യാൻ സമയം കിട്ടും. അപ്പൊ അതൊക്കെ വളരെ വലിയ കാര്യങ്ങളാണ്. നിങ്ങൾ ജോലിയിൽ അല്ലെങ്കിൽ മാർക്ക് കട്ട് ഓഫ് കയറുന്നതിൽ എക്സാം എളുപ്പമായി കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താ? ജസ്റ്റ് ഒരു മാർക്ക് പോലും നിങ്ങളുടെ സെലക്ഷനെ ബാധിക്കും. പഠിക്കുന്നവർ എന്ത് ചെയ്യും? എല്ലാവരും രണ്ടാമത് പറഞ്ഞ ആ മെത്തേഡിലോട്ട് പഠിക്കാൻ പോകും. തുടക്കക്കാർ അങ്ങനെ പഠിച്ചിട്ട് രണ്ടാമത് പറഞ്ഞ ആ പെൻ ഫ്രീ ആയിട്ടുള്ള മെത്തേഡ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ തോന്നും, സ്പീഡാണെന്ന് തോന്നും, ഞാൻ പറയുന്ന സ്പീഡാണെന്ന് തോന്നും. അപ്പൊ എന്റെ പ്രാക്ടിക്കലായിട്ടുള്ള അനുഭവമാണ് പറയുന്നത്. നിങ്ങൾ ആ രീതിയിൽ എക്സാം ചെയ്യാൻ നോക്കുക. അപ്പോൾ വീട്ടിൽ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. ഒരു വട്ടം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അതെങ്ങനെയാ വന്നതെന്ന് ആലോചിക്കുക. കുറച്ച് മെനക്കെടേണ്ടി വരും. എന്നിട്ട് ആ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്സ് തന്നെ നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആവും. ഞാൻ ആ മെത്തേഡിൽ, അതുകൊണ്ടാണ് ഞാൻ ആ മെത്തേഡിൽ നിങ്ങൾക്ക് സൊല്യൂഷൻസ് തരുന്നത്. സൊല്യൂഷൻ പറഞ്ഞു തരുന്നത് എനിക്ക് ബിഗിനർ ലെവലിൽ അല്ലെങ്കിൽ ഫുൾ എഴുതി പഠിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ എഴുതി പഠിപ്പിക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ അങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കില്ല. എക്സാമിനും ആ മെത്തേഡ് തന്നെ ഇരുന്നിട്ട് സമയം ഒരുപാട് എടുക്കും. അപ്പൊ അതുകൊണ്ടാണ് മാക്സിമം പെൻ ഫ്രീ ആയിട്ടുള്ള സൊല്യൂഷൻസ് പറയുന്നത്. അത് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാവും. ഓക്കെ, അടുത്ത ദിവസം നോക്കാം. അപ്പൊ ഇങ്ങനെ പറഞ്ഞു തന്നാൽ നമുക്ക് സമയം കിട്ടത്തില്ല. നമുക്ക് മാക്സിമം പെട്ടെന്ന് തന്നെ ചെയ്യും. ഓക്കെ, ABC did certain investment and the ratio of their time periods is 3:2:7 respectively. Ratio of the profits of A, B, C is 4:3:14 respectively. What is the ratio of the investment of A, B and C? അപ്പൊ ഇത് രണ്ട് രീതിയിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ബിഗിനർ ലെവൽ എന്നാ ചെയ്യുന്നത്, ബിഗിനേഴ്സ് എങ്ങനെ ചെയ്യുന്നത്? നമ്മൾ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു ടൈം എന്ന് പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ എന്തിന്റെ റേഷ്യോ വന്നിട്ടുണ്ട്? റേഷ്യോ പ്രോഫിറ്റ്. നിങ്ങൾ ഇങ്ങനെ എഴുതും, പ്രോഫിറ്റിന്റെ റേഷ്യോ 4:3:14. അതേപോലെ പിന്നെന്താ ടൈം പീരീഡ് റേഷ്യോ 3:2:7. എന്താണ് ഇൻവെസ്റ്റ്മെന്റ്? ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ P/T ആണ്. P/T ഇൻവെസ്റ്റ്മെന്റ് P/T. P എന്ന് പറഞ്ഞാൽ 4/3, അതുപോലെ 3/2, അതുപോലെ 14/7 ഇങ്ങനെ എഴുതിയിട്ട് പിന്നെ എന്ത് ചെയ്യും? പിന്നെ റേഷ്യോ അനുസരിച്ച്. ഒരിക്കലും ഇങ്ങനെ ചെയ്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഈ കാര്യം അറിയാം. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു ടൈം ആണ്. ഓക്കെ, ഇത് സൊല്യൂഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്, ബേസിക് ക്ലാസ് അല്ല. ഓക്കെ, പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ടൈം ആണ്. നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ടൈമും തന്നിട്ടുണ്ട്, അതുപോലെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട്? ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഫിറ്റ് ബൈ ടൈം ആണ്. അപ്പൊ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ ആണ് ഈ എല്ലാം എഴുതിയിരിക്കുന്നത്. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് ആദ്യത്തെ 2 റേഷ്യോ നോക്കി, 8, 9, 1, 3, 2, 3, 7, 9 എല്ലാം ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആദ്യത്തെ 2 റേഷ്യോ കണ്ടുപിടിച്ചാൽ മതി. ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. നമുക്ക് ഈ ചെറിയ കാര്യങ്ങളിൽ എത്ര സമയം ലാഭിക്കാം? നമ്മുടെ പ്രോഫിറ്റ് ഇപ്പൊ 2 മാത്രം നോക്കിയാൽ മതി. 2 റേഷ്യോ മാത്രം നോക്കിയാൽ മതി. 4/3 റേഷ്യോ എന്ത് വരും? 4/3. 4 എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ്, ഇതെന്ന് പറഞ്ഞാൽ 3 എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ടൈം പീരീഡ്. പ്രോഫിറ്റ് ബൈ ടൈം പീരീഡ് ആണ് ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ. അടുത്തതിന് എന്ത് വരും? 3 എന്ന് പറഞ്ഞാൽ ഈ 3 ഇവിടുത്തെ പ്രോഫിറ്റ് 3 ആകുമ്പോൾ മറ്റേ എത്രയാണ്? 2, 3/2. എത്ര വരും ഇവരുടെ റേഷ്യോ? ക്ലോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 8:9. 8:9 ആദ്യത്തെ 2ന്റെ റേഷ്യോ വരുന്ന ഏത് ഓപ്ഷൻ ഉണ്ട്? ഓപ്ഷൻ 1. അപ്പൊ ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? എക്സാമിന് ചെയ്യേണ്ടത്. അപ്പൊ ഈ ഒരു ലെവൽ ചെയ്താലേ നിങ്ങൾക്ക് സമയം ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെയ്യാതെ ഇങ്ങനെ ചെയ്യുന്നവർ കാണും. അവര് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇത് തന്നെ ആവണമെന്നില്ല. 8:9 ഇവിടെ 8:9 എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതും നോക്കാം. 9:12, അതായത് 3:4 റേഷ്യോ വരുന്നത്, അല്ലെങ്കിൽ 8:12, 2:3 വരുന്നത്, ആ റേഷ്യോ വരുന്നത് നോക്കാം. എങ്ങനെയാണല്ലോ അതൊക്കെ നിങ്ങൾ വീണ്ടും പുതിയ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, അടുത്ത ദിവസം നോക്കുക. ദ അരിത്തമെറ്റിക് മീൻ ഓഫ് ദ ഫോളോയിങ് ഡേറ്റ. ഇത് 2 വഴി ചെയ്യാം. 2 വഴി എന്ന് വെച്ചാൽ കാൽക്കുലേഷൻ. ഞാൻ പറയുന്നത് ഡെയിലി കാൽക്കുലേഷൻ എഴുതുന്നവർക്ക് എന്ത് ചെയ്യാം? ഇത് ജസ്റ്റ് മൈൻഡിൽ തന്നെ കൂടി. എങ്ങനെ കൂടുന്നത്? 23, 17 അങ്ങനെ കൂട്ടാതെ 23, 17 മൈൻഡിൽ തന്നെ വേണം. 23, 40, 60, 79, 100 അങ്ങനെ കൂട്ടണം. 79, 21, 80, 100 അതൊക്കെ മൈൻഡിൽ എത്ര സ്പീഡിൽ കാൽക്കുലേഷൻ വേണം. 100 എത്ര നമ്പർ ഉണ്ട്? 1, 2, 3, 4, 5. 100/5. മീൻ എന്ന് പറഞ്ഞാൽ എന്താ? സംബൈ, നമ്മുടെ ആവറേജ് ആണ്. സംബൈ നമ്പർ. ഓക്കെ, 100/5 എത്ര വരും? 20 ആണ് നമ്മുടെ ആൻസർ. അപ്പൊ അത് ഒരു രീതി, അത് മൈൻഡിലാണ്, അത് എഴുതിയിട്ടല്ല ചെയ്യേണ്ടത്. ഇനി വേറൊരു രീതി നോക്കും. വേറൊരു രീതി എന്ന് പറഞ്ഞാൽ എല്ലാ നമ്പേഴ്സും നോക്കി. ഇവിടെ 20നേക്കായും 1 കുറവാണ്. അതേപോലെ ഇവിടെ 20നേക്കായും 1 കൂടുതലാണ്. ഇവിടെ 20നേക്കായും 3 കുറവാണ്. ഇവിടെ 20നേക്കായും 3 കൂടുതലാണ്. അതായത് ഈ 20ൽ നിന്നും എല്ലായിടത്തോട്ടുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് എന്താണ്?
സെയിം ആണ്. അതായത് ഇവിടെ +1 20 നമ്മൾ ആവറേജ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ 20 ഇവരുടെ ആവറേജ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ 20 നിന്ന് ഇവിടെ -1, അതേപോലെ 20 നിന്ന് ഇവിടെ +1, അത് +1 -1 ഡീവിയേഷൻ ഇല്ല. ഇവിടെ 20 നിന്ന് -3, ഇവിടെ 20 +3, -3 +3 ഇവിടെയും ഡീവിയേഷൻ ഇല്ല. ഇപ്പൊ ഡീവിയേഷൻ കാര്യമൊക്കെ ഞാൻ GD ക്ലാസ് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ മീൻ ആയിട്ട് വരുന്ന ആവറേജ് ആയിട്ട് വരുന്ന ഏത് എടുക്കാം, 20 ആവറേജ് ആയിട്ട് എടുക്കാം. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ആദ്യം ചെയ്ത് വേണം. കുറച്ച് വലിയ ഇതൊക്കെയാണെങ്കിൽ 2-3 സംഖ്യ ഉണ്ടെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഈ മെത്തേഡോട് നിങ്ങൾ എന്ത് ചെയ്യും, പഠിക്കും, നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഓക്കെ, അടുത്ത ദിവസം നോക്കേ. ഫൈൻഡ് ദ മോഡ് ഫോർ ദ ഗിവൺ ഡിസ്ട്രിബ്യൂഷൻ റൗണ്ടഡ് ഓഫ് ടു 2 ഡെസിമൽ പ്ലേസസ്. ഇത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്നതാണ്, നേരത്തെ സിലബസിൽ ഇല്ല, സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനൊരു ഫോർമുല ഉണ്ട്. ഓക്കെ, അപ്പൊ ആ ഫോർമുല വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. ഇപ്പൊ ഫോർമുല എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നുമില്ല. മോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുന്നത്. ഒരു നമ്പറിന്റെ കുറെ നമ്പേഴ്സിന്റെ തന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുന്നതാണ് അതിനകത്ത് മോഡ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ ഒരു ക്ലാസ്, ഇവിടെ ക്ലാസ് ഇന്റർവെല്ലും ഇതിന്റെ ഫ്രീക്വൻസി തന്നിരിക്കുന്നത്. നമുക്ക് ഫ്രീക്വൻസി ഏറ്റവും കൂടുതലുള്ള റേഞ്ചിലായിരിക്കും എന്ത് വരുന്നത്, നമ്മുടെ മോഡ് വരുന്നത്. ഇപ്പൊ ഇവിടെ നോക്കുക, ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി വരുന്ന 8 വട്ടം. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എത്ര നമ്പർ വട്ടം, 7 വട്ടം, 6 വട്ടം, 9 വട്ടം, 11 വട്ടം. ഇതല്ലേ നമ്മുടെ മോഡ് റേഞ്ച് എന്ന് പറയുന്നത്. മോഡ് റേഞ്ച് എന്ന് പറയുന്നത് ഇപ്പൊ ഈ 11 ആണ് നമ്മുടെ മോഡ് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്തുള്ള ഡേറ്റ് ഏതാണ്? 25 to 30 ആണ്. ഓക്കെ, 25 ക്ലാസ് ഇന്റർവൽ എന്ന് പറഞ്ഞാൽ 25 to 30 ആണ്. അപ്പൊ നമ്മുടെ മോഡ് എന്ന് പറഞ്ഞാൽ എന്തിന്റെ ഇടയ്ക്ക് തന്നെ ആയിരിക്കും? 25 നും 30 ഇടയ്ക്കായിരിക്കും. നമ്മളുടെ ഓപ്ഷൻ ഏതുണ്ട്? ഒരു ഓപ്ഷനല്ലേ ഉള്ളൂ, ഓപ്ഷൻ 3 മാത്രമേ. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 3 ആയിരിക്കും. ഇത് ഈ കാര്യം അറിയാവുന്നവന് എന്ത് ചെയ്യാം, ഇത് പെട്ടെന്ന് ഒന്നും ചെയ്യാതെ തന്നെ ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഫോർമുല ഉണ്ട്. ഫോർമുല എന്ന് പറഞ്ഞാൽ നമ്മുടെ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് എത്രയാണോ ഇതിന്റെ ലീസ്റ്റ് വാല്യൂ F0, അങ്ങനെ ഒരു F0 എന്നൊക്കെ പറഞ്ഞ വാല്യൂ ഉണ്ട്. അപ്പൊ ഇതിന്റെ ലീസ്റ്റ് വാല്യൂ എടുക്കുക. ലീസ്റ്റ് വാല്യൂ എത്രയാണ്? 25. പിന്നെ അതിന്റെ കൂടെ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള എത്ര? 9, അടുത്തത് 10, 19. അങ്ങനെ ഒരു ഫോമുലയാണ്. ആ ഫോമുല കറക്റ്റ് ആയിട്ട് ഇപ്പൊ ഞാൻ ഓർക്കുന്നില്ല. ഓക്കെ, നമുക്ക് അങ്ങനെ ഒരു ഫോമുല ഉണ്ട്. അപ്പൊ ആ ഫോമുല ഞാൻ അടുത്ത ക്ലാസ്സിൽ മോഡിന്റെ ഫോമുല എന്താണെന്ന് പറയാം. അപ്പൊ ഇതാണ് ഇതിന്റെ കൺസെപ്റ്റ്. നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ 3 25 നും 30 ഇടയ്ക്ക് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇത് L0 F0 എന്ന് പറഞ്ഞിട്ട് ഒരു ഫോമുല ഉണ്ട്. ആ ഫോമുല ഇപ്പം നമുക്ക് ഇല്ല. നമ്മൾ അടുത്ത ക്ലാസ്സിൽ അതിന്റെ ഡീറ്റെയിൽ ചെയ്യാം. ഫോമുല ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിന്റെ ഫോമുല നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, അടുത്ത ദിവസം നോക്കാം. There are 3 taps of diameter 2 cm, 3 cm and 4 cm respectively. The ratio of water flowing through them is equal to the ratio of the square of their diameter. ഇതും കാണുമ്പോൾ വലിയ ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നും, പക്ഷെ നമ്മൾ പഠിച്ച ടൈം മാർക്കിന്റെ ടൈപ്പ് ആണ്. The biggest tap can fill an empty tank alone in 81 minutes. If all the taps are opened simultaneously, then how long will the tank take in minute to be filled? ഇത് കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്നുമില്ല. എന്താ, 3 ടാപ്പിന്റെ ഡയമീറ്റർ 2 cm, 3 cm, 4 cm. റേഷ്യോ ഓഫ് വാട്ടർ ഫ്ലോയിങ് ത്രൂ ദം. അപ്പൊ അതാണ് നമ്മുടെ എന്ത് എഫിഷ്യൻസി. അതോടെ ഒരു പൈപ്പിലൂടെ എത്രത്തോളം വാട്ടർ ഫ്ലോ ചെയ്യുന്നതാണ് എന്ത്, അതിന്റെ എഫിഷ്യൻസി. ഈസ് ഈക്വൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡയമീറ്റേഴ്സ്. അപ്പൊ അതിന്റെ എഫിഷ്യൻസിയുടെ റേഷ്യോ എന്ത് വരും? സ്ക്വയർ ഓഫ് ദ ഡയമീറ്റേഴ്സ്. ഡയമീറ്ററിൽ എന്തെങ്കിലും എല്ലാം സ്ക്വയർ. 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16. ഇതാണ് എന്ത് എഫിഷ്യൻസിയുടെ റേഷ്യോ എന്ന് പറയുന്നത്. ദ ബിഗ്ഗസ്റ്റ് ടാപ്പ് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ 4 cm ഡയമീറ്റർ. ബിഗ്ഗസ്റ്റ് ടാപ്പ് ക്യാൻ ഫിൽ ആൻ എംപ്റ്റി ടാങ്ക് എലോൺ ഇൻ 81 മിനിറ്റ്. ടോട്ടൽ വർക്ക് എത്ര വരും? 81 മിനിറ്റ് ഇൻറ്റു 16. 16 ആണ് ഒരു മിനിറ്റ് ചെയ്യുന്നെങ്കിൽ 81 ഗുണം 16, അതാണ് ടോട്ടൽ വർക്ക്. If all the taps are opened simultaneously, then how long will the tank take in minute? അപ്പൊ ഇത് മിനിറ്റ് ആണ്, താഴെ വരുന്നത് മിനിറ്റ് ആയിരിക്കും. അപ്പം ഇതാണ് ടോട്ടൽ വർക്ക്. 81 16. എല്ലാവരും കൂടെ വർക്ക് ചെയ്യുമ്പോൾ എത്ര ഒരു മിനിറ്റ് ചെയ്യുന്നത്? 4, 13, 29. 81 ഇൻറ്റു 16 29. നമ്മുടെ ആൻസർ നോക്കി എല്ലാത്തിന്റെ അടിയിൽ 29. അപ്പൊ ഈ കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്യൂ. ഒരിക്കലും ഈ കാൽക്കുലേഷൻ ചെയ്തത് കാര്യം ഓപ്ഷൻ നോക്കും. ഇവിടെ 44, 57, 67, 34 എല്ലാത്തിനകത്തും 10ന്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ചുമ്മാ നിങ്ങൾ ഈ കാൽക്കുലേഷൻ ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് നോക്കുക. 29 ഗുണം 3 എന്ന് പറഞ്ഞാൽ നോക്ക് 87. അപ്പൊ 3 ജസ്റ്റ് കുറവായിരിക്കും. ഇത് 3യുടെ അടുത്തായിരിക്കും, എന്നാലും ജസ്റ്റ് കുറവായിരിക്കും. അത് 6/29 എന്ന് പറഞ്ഞാൽ 60/29 എത്ര? ഏകദേശം 2.8 ആ സമയത്ത് വരും. അപ്പൊ 3യുടെ ഏകദേശം അടുത്തായിരിക്കും. അതായത് നമ്മുടെ ആൻസർ പറഞ്ഞാൽ 3 ഗുണം 16, അതായത് 48ന് ജസ്റ്റ് കുറവായിരിക്കും. 48ന് ജസ്റ്റ് കുറവായിട്ടുള്ള ഓപ്ഷൻ ഏതുണ്ട്? ഓപ്ഷൻ 1 മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ 1, അതായത് 44 20/29 ആയിരിക്കും ഇതിന്റെ ആൻസർ. നിങ്ങൾ അല്ലാതെ കാൽക്കുലേറ്റർ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, എങ്കിലും നിങ്ങൾക്ക് ഈ ആൻസർ തന്നെ കിട്ടത്തുള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ ഈ മെത്തേഡിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ. 29 ഗുണം 3 എന്ന് പറഞ്ഞാൽ എത്ര വരും? 60, 27, 87. 3ന്റെ അടുത്ത് വരും, എന്നാൽ ജസ്റ്റ് 3ൽ കുറവ്, അതായത് 44. 48നകത്ത് ജസ്റ്റ് കുറവ്. ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, കാൽക്കുലേഷൻ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ദിവസം നോക്കേ. A circle touches all 4 sides of a quadrilateral ABCD. If AB എന്നിട്ട് BC എന്നിട്ട് AD എന്നിട്ട് then length of CD. അപ്പൊ ഇത് ബിഗിനേഴ്സ് എന്ത് ചെയ്യും? ജസ്റ്റ് ഒരു പ്രോപ്പർട്ടി ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ, എങ്ങനെ വരയ്ക്കുക? ഒരു ക്വാഡ്രിലാറ്ററൽ വരച്ചിട്ട് അതിനകത്ത് സർക്കിൾ വരച്ചിട്ട് നമ്മൾ
എ ബി സി ഡി എന്നൊക്കെ എഴുതി എ ബി പ്ലസ് സി ഡി. അപ്പോൾ ഓർക്കും എന്താ കോഡിലാട്ടറിനകത്ത് ഒരു സർക്കിൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് കോഡിലാട്ടറിന്റെ ഓപ്പോസിറ്റ് സൈഡിന്റെ സം എന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിരിക്കും. അതായത് എ സിയും എ ബിയും കൂടെ കൂട്ടുന്നത് ഡി സിയും എ ബിയും കൂടെ കൂട്ടുന്നത് എ ബി പ്ലസ് ഡി സി ഈക്വൽ ടു എ ഡി പ്ലസ് ബി സി. ഇത് രണ്ട് ഓപ്പോസിറ്റ് കൂട്ടുന്നത് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പം ഇങ്ങനെ ചെയ്യുന്നവർ കാണും. എ ബിയുടെ വാല്യൂ 18, ബി സി എന്ന് പറഞ്ഞാൽ 21, ഇങ്ങനെ എഴുതുന്നവർ കാണും. എ ഡി എന്ന് പറഞ്ഞാൽ എത്ര? 15. അപ്പൊ ഇതിന്റെ വാല്യൂ 15ഉം 21ഉം 36. 18 ആണ്. ബാക്കി എത്ര വരും? 36 ഈക്വൽ ടു 18 പ്ലസ് ഡി സി എന്ന് വരും. അപ്പൊ എന്ന് പറഞ്ഞാൽ ഡി സി എത്ര വേണ്ടി വരും? 18 ആണ് വേണ്ടി വരും. 18 ആണ് ആൻസർ. അപ്പൊ ഇങ്ങനെ നിങ്ങൾ വരയ്ക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. വരയ്ക്കാൻ ചെയ്യുന്ന എങ്ങനെ? ആലോചിച്ച് നോക്കുക. എ ബി സി ഡി ആണ്. അപ്പോൾ എ ബി സി ഡി, എയും ബിയും ബി സിയും എ ബി കഴിഞ്ഞിട്ട് പിന്നെ ബി സി പിന്നെ സി ഡി പിന്നെ എ ഡി. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് ഒക്കെയാ എ ബിയും സി ഡിയും ഓപ്പോസിറ്റ് ആയിരിക്കും. എ ബി പ്ലസ് സി ഡി ഈക്വൽ ടു ബി സി പ്ലസ് എ ഡി ആയിരിക്കും അല്ലെ? എ ബിയും ഇതിനകത്ത് തന്നെ ഇത് ഈ കോഡിലാട്ടിൽ എ ബി സി എഴുതിയിരിക്കുന്നത് തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കാം. എ ബി അടുത്ത സൈഡ് ബി സി, എ ബിയുടെ ഓപ്പോസിറ്റ് ഏതായിരിക്കും? സി ഡി. എ ബി പ്ലസ് സി ഡി ഈക്വൽ ടു ബാക്കിയുള്ള രണ്ട് സൈഡ് ആയിരിക്കും. എ ബി പ്ലസ് സി ഡി ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ബാക്കിയുള്ള രണ്ട് സൈഡിന്റെ സംബന്ധമാണ് 21, 15, 36. ഇവിടെ 36 ഉണ്ട്, ഇവിടെ 18 ഉള്ളൂ. അപ്പൊ എത്രയും കൂടെ വേണം? ഇത് 18 വേണം. ഈ പടമൊന്നും ഫിഗറൊന്നും വരയ്ക്കാതെ ഇനി ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫിഗറൊന്നും വരയ്ക്കാതെ ഇത് മനസ്സിൽ തന്നെ ചെയ്ത് എത്ര കിട്ടും? 18 സെന്റിമീറ്റർ ആൻസർ. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് പേന എടുക്കാതെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചുകൊണ്ടിരുന്നത്. അടുത്ത ദിവസം നോക്കി. ഈ ബൈക്ക് ഈ സോൾഡ് ഫോർ 87,500 ബൈ അലോങ് ഡിസ്കൗണ്ട് ഓഫ് 44% ഓൺ മാർട്ട് പ്രൈസ്. മാർട്ട് പ്രൈസ് ഓഫ് ബൈക്ക്. ഓക്കെ, ഇത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. മാർട്ട് പ്രൈസിന് 45% ഡിസ്കൗണ്ട് കൊടുത്തിട്ടാണ് ഇത് കൊടുത്തത്. 47% ഡിസ്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എത്ര വിൽക്കുന്നത്? അതിന്റെ 56%. 100 46, 56% മാർട്ട് പ്രൈസ് ആണ് വന്നിരിക്കുന്നത്. 875.00. നമുക്ക് എന്താ വരുന്നത്? മാർട്ട് പ്രൈസ് എന്ന് പറഞ്ഞാൽ 100% ആണ്. 56% അറിയാം, മാർട്ട് പ്രൈസിന് 56% അറിയാം. എത്ര പെർസെന്റേജ് വേണം? 100% വേണം. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യും? ആൻസറിന് ഇത് നോക്കി. 875. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നോക്ക്. ഇവിടെ 100. ഓക്കെ, ഒരു 4 വെച്ച് കിട്ടി കഴിഞ്ഞാൽ ഇവിടെ 14, ഇവിടെ 25 വരും. അപ്പൊ നമ്മുടെ ആൻസറിനകത്ത് നോക്കി. ഇവിടെ ഒരു 25 കഴിഞ്ഞാൽ 5ന്റെ സ്ക്വയർ ആണ്. ഇത് നോക്കി 500 അല്ലെ? 500 എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് 3 ഡിജിറ്റ് 500 ആണ്. അതായത് 125ന് മൾട്ടിപ്പിൾ ആണ്. അവിടെ എന്തുണ്ട്? ഒരു 5 ക്യൂബ് ഉണ്ട്. 5 ക്യൂബ് എന്ന് പറഞ്ഞാൽ 125 ഉണ്ട്. 125 ഉണ്ട്. ഇവിടെ ഒരു 5 സ്ക്വയർ ഉണ്ട്. അതായത് 125 × 5. നമുക്ക് അത്രയും മതി. 5⁴. അതായത് 625ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും എന്ത്? നമ്മുടെ ആൻസർ. കാര്യം എന്ന് പറഞ്ഞാൽ അടിയിൽ 5ഒന്നും ഇല്ല, വേറെ 5ഒന്നും ഇല്ല ഒട്ടിക്കളെ. അപ്പൊ എന്തായാലും 625 കഴിഞ്ഞാൽ 5⁴. അപ്പൊ 625 എന്ന് പറഞ്ഞ സാധനം എന്ത് കാണും? നമ്മുടെ ആൻസറിനകത്ത് കാണും. അപ്പൊ നമുക്ക് ഓപ്ഷൻ നോക്ക്. 625 ഉണ്ടോ? ഇത് നോക്ക്. 625 മൾട്ടിപ്പിൾ ആണെങ്കിൽ ലാസ്റ്റ് 4 ഡിജിറ്റ് 625 മൾട്ടിപ്പിൾ ആയിരിക്കും. ഇതൊക്കെ ഞാൻ GD-യുടെ ഡിവിസിബിലിറ്റി എന്ന് പറഞ്ഞ ക്ലാസ്സിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് കണ്ടീഷൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാൽക്കുലേഷൻ ചെയ്യുന്നത്. ഇവിടെ നോക്ക്. ഇവിടെ 61,000 എത്ര മൾട്ടിപ്പിൾ അല്ല? 600. ഇതെന്ന് പറഞ്ഞാൽ 125ന് മൾട്ടിപ്പിൾ അല്ല. 125ന് മൾട്ടിപ്പിൾ അല്ല. ഇത് 125 കഴിഞ്ഞാൽ ലാസ്റ്റ് 3 ഡിജിറ്റ് 125 മൾട്ടിപ്പിൾ ആണ്. ഇത് എന്തായാലും അല്ല. ഇത് 225 മൾട്ടിപ്പിൾ അല്ല. 250 250 ആണ്. ഇതൊന്നും ചെക്ക് ചെയ്യേണ്ടി വരും. ഇത് 500 ആണ്. പിന്നെ 500 എന്തിന്റെ മൾട്ടിപ്പിളാ? 125 മൾട്ടിപ്പിളാ. 55. 5500 എന്ന് പറഞ്ഞാൽ 625 മൾട്ടിപ്പിൾ ആണോ? അല്ല. കാരണം എന്ന് പറഞ്ഞാൽ 625 × 10 എന്ന് പറഞ്ഞാൽ 6250. 6250 നിന്ന് ജസ്റ്റ് 625 കുറച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 1250 കുറച്ച് കഴിഞ്ഞാലാണ് അടുത്ത മൾട്ടിപ്പിൾ. ഒരിക്കലും എന്തല്ല? 625 മൾട്ടിപ്പിൾ അല്ല 5500 എന്ന് പറയുന്നത്. 6250 ആണ്. പിന്നെ എന്തായാലും കുറച്ച് 750 ഒരിക്കലും 625 മൾട്ടിപ്പിൾ അല്ല. നാളെ ചോദിക്കാതെ. അപ്പൊ ഓപ്ഷൻ ഏതുണ്ട്? 625 മൾട്ടിപ്പിൾ ഓപ്ഷൻ 3 മാത്രമേ ഉള്ളൂ. ഇത്രയും എന്ത് വലിയ കാൽക്കുലേഷൻ ആണ് നോക്കി. 875 0.0/56 × 100. ഈ കാൽക്കുലേഷൻ നിങ്ങൾ വെട്ടി ചെയ്യുന്നവർ കാണും. പക്ഷെ നിങ്ങൾ ജസ്റ്റ് ഒരു കോമൺ സെൻസ് അപ്ലൈ ചെയ്ത് നോക്കുക. ഇവിടെ എന്തായാലും ഇവിടെ 100 ഉണ്ട്. അതായത് 5ന്റെ സ്ക്വയർ ഇവിടെ ഉണ്ട്. 25 ഉണ്ട്. ഇവിടെ 25 ഉണ്ട്. 25 × 25 625 എന്തായാലും ഉണ്ട്. കാര്യം അടിയിൽ എന്തില്ല? 5 ഇല്ല. 625 മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് 4 ഡിജിറ്റ് 625 മൾട്ടിപ്പിൾ. ഇത് 125ന്റെ പോലും അല്ല. ഇത് 125ന്റെ പോലും അല്ല. 125ന്റെ ആയാലും അത് 625 ആവും. ഇത് രണ്ടെണ്ണം 125ന്റെ ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 625ന്റെ ആണോ എന്ന് നോക്കാം. അപ്പൊ ഇതെന്തായാലും അല്ല. ഓപ്ഷൻ 3 നമുക്ക് ആൻസർ ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ ഏടൊക്കെ വെച്ച് വെട്ടേണ്ടി വരും. ഓക്കെ, അടുത്ത ദിവസം നോക്കി. 2 ships are on the opposite of a lighthouse such that all the 3 of them are collinear. The angle of depression of 2 ships from the top of the lighthouse are 30 and 60. If the ship are 230 meter apart, then find the height of the lighthouse. So, lighthouse. Okay, lighthouse ഉണ്ട്, അതേപോലെ 2 ഷിപ്പ് ഉണ്ട്. ഓപ്പോസിറ്റ് all of them are collinear ആണ്, ഒരേ ഇതിലാണ്. The angles of depression of 2 ships from the top of the lighthouse
30 60 ഓക്കെ. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ആംഗിൾ ഈ ആംഗിളാണ്. ഇതേ ആംഗിൾ സെയിം ആയിരിക്കും, കാര്യം പാരലൽ ലെൻസ് ആണ്. ഇവിടെ 30 ആണ്, ഇവിടെ എത്രയാണ്? ഇവിടെ 30. ഇവിടെ 30 ആണെങ്കിൽ ഇവിടെ 60 ആണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. അത് പാരലൽ ലെൻസ് ആയതുകൊണ്ട് നമ്മുടെ അകത്ത് ഇന്റീരിയർ ആംഗിൾസ്. ഓക്കെ, ഇത് 60 ആണ്, ഇത് 90 ഡിഗ്രി, ഇതെന്ന് പറഞ്ഞാൽ 60 വരും, ഇതെന്ന് പറഞ്ഞാൽ 30 വരും. ഞാനിവിടെ ജസ്റ്റ് നമ്മുടെ 60 30 90 ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടിയാണ്. 30യുടെ ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ 60യുടെ ഓപ്പോസിറ്റ് √3, 90യുടെ ഓപ്പോസിറ്റ് 2. ഓക്കെ, ഇഫ് ദ ഷിപ്പ് ആർ 230 മീറ്റർ √3 അപ്പാർട്ട്. നമുക്ക് എന്താ വേണ്ടത്? ഹൈറ്റ് ഓഫ് ദ ലൈറ്റ് ഹൗസ്. ഇതിന്റെ ഹൈറ്റ് ആണ് വേണ്ടത്. എന്താ ചെയ്യുന്നത്? ഞാൻ ജസ്റ്റ് ഇവിടെ 30ന്റെ ഓപ്പോസിറ്റ് 1 കൊടുത്തു, 60ന്റെ ഓപ്പോസിറ്റ് √3 കൊടുത്തു. ഇനി ഇവിടെ ഇതേ റേഷ്യോ ഇവിടെ അപ്ലൈ ചെയ്യണം. 30ന്റെ ഓപ്പോസിറ്റ് √3, 30ന്റെ ഓപ്പോസിറ്റ് √3 ആണെങ്കിൽ 60ന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? √3 ഇൻറ്റു √3 അല്ലേ? 30ന്റെ ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ 60യുടെ ഓപ്പോസിറ്റ് √3. 30ന്റെ ഓപ്പോസിറ്റ് √3 ആണെങ്കിൽ എന്താണോ 30ന്റെ ഓപ്പോസിറ്റ് ഉള്ളത് അതിനെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 60ന്റെ ഓപ്പോസിറ്റ് വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ 30ന്റെ ഓപ്പോസിറ്റ് √3 ആണ്, 60ന്റെ ഓപ്പോസിറ്റ് എന്ത് വരും? √3 ഇൻറ്റു √3 എത്ര വരും? 3 എന്ന് വരും. അപ്പോൾ ഇത്ര √3 യൂണിറ്റ് ആണ് നമ്മുടെ ലൈറ്റ് ഹൗസിന്റെ നീളമെങ്കിൽ 3 യൂണിറ്റ് ഇവിടെ നിന്നുള്ള ദൂരം, 1 യൂണിറ്റ് ഇവിടെ നിന്നുള്ള ദൂരം. ഇപ്പോൾ ടോട്ടൽ എത്ര യൂണിറ്റ്? 4 യൂണിറ്റ്. ഇപ്പൊ എല്ലാം എന്തായി? ഒരേ സെയിം യൂണിറ്റ് ആയി. അപ്പൊ 4 യൂണിറ്റിന്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത് എന്ത്? 230 √3 അല്ലേ? 2 ഷിപ്പ്, ഒരു ഷിപ്പ്, ഇതൊരു ഷിപ്പ്, രണ്ടിന്റെ എത്ര? 4 യൂണിറ്റ്. 4 യൂണിറ്റ് ആണ് തന്നിരിക്കുന്നത്. നമുക്ക് എന്തിന്റെ വാല്യൂ വേണ്ടത്? നമുക്ക് ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ലൈറ്റ് ഹൗസ്. ലൈറ്റ് ഹൗസിന്റെ ഹൈറ്റ് എത്രയാണ്? √3 യൂണിറ്റ് ആണ്, ഇൻറ്റു √3. നമുക്ക് എത്ര കിട്ടും? ഇത് എത്ര കിട്ടും? നമുക്ക് ഓപ്ഷൻ നോക്ക്, ഇത് കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്തൂടെ? നോക്ക്, √3 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പം 3 ആണ്, 3 × 23 എത്ര? 669, 690/4. 690/4 എന്നൊക്കെ എങ്ങനെ ചെയ്യുന്നത്? 680/4 ആണെങ്കിൽ 170 ആയിരുന്നു. 170 10/4 എത്ര? 10/4 2.5, 172.5. ഓക്കെ, 2.5 വരത്തുള്ളൂ. 10/4 എന്ന് പറഞ്ഞാൽ 2.5 അങ്ങനെയുള്ള ഓപ്ഷൻ ചെയ്ത്, പക്ഷെ അത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിൽ ചെയ്യാൻ പറ്റുമോ? അത് 9/4 എന്നുവെച്ചാൽ 680. ഇത് തന്നെ 17 വട്ടം, 17 വട്ടം ആകുമ്പോൾ 17/4 680 ബാക്കി 10/4. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇത്ര എഴുതിക്കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ മാറ്റാൻ പറ്റും. ഓക്കെ, നിങ്ങൾ മാക്സിമം കാൽക്കുലേഷൻ കുറച്ച് തന്നെ ചെയ്യാൻ നോക്കും. അടുത്ത ദിവസം നോക്കി, എ മാൻ ക്യാൻ റോ 10 km/h ഇൻ സ്റ്റിൽ വാട്ടർ. സ്റ്റിൽ വാട്ടറിലെ സ്പീഡാണ് നിൽക്കുന്നത് നമ്മുടെ എന്താ? ബോട്ടിന്റെ സ്പീഡാണ്. അതുപോലെ ബോട്ടിലല്ല, മാന്റെ സ്പീഡ്. ഓക്കെ, അല്ലെങ്കിൽ ബോട്ടിന്റെ സ്പീഡ്. വെൻ ദ റിവർ ഇസ് റണ്ണിങ് അറ്റ് എ സ്പീഡ് ഓഫ് 4.5 km എന്ന് പറഞ്ഞാൽ സ്ട്രീമിന്റെ സ്പീഡ്, then it takes 2 hours to row to a place and come back to the initial point. ഇപ്പോൾ 2 hour ആണ് എടുക്കുന്നത് പോയിട്ട് തിരിച്ചു വരാം. ഹൗ ഫാർ ഇസ് ദ പ്ലേസ് ഓഫ് ചെയ്യുന്നത്? അപ്പൊ നമുക്ക് എന്താ വെച്ചിരിക്കുന്നത്? നമുക്ക് ഡൗൺ സ്ട്രീം സ്പീഡും അപ് സ്ട്രീം സ്പീഡിന്റെ റേഷ്യോ ഇല്ല. അപ് സ്ട്രീം സ്പീഡ്, അപ് സ്ട്രീം സ്പീഡ്. സ്പീഡിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഡൗൺ സ്ട്രീം എന്ത് വരും? 10ഉം 4 14.5. അപ് സ്ട്രീം എത്ര വരും? ഡിഫറൻസ് എന്ന് വെച്ചാൽ 5.5. ഇതാണ് എന്ത്? നമ്മുടെ അപ് സ്ട്രീമിന്റെ ഡൗൺ സ്ട്രീമിന്റെ റേഷ്യോ. ടൈമിന്റെ റേഷ്യോ വരും, സ്പീഡിന്റെ റേഷ്യോ. ടൈമിന്റെ റേഷ്യോ തിരിച്ചു വരും, അതായത് 5.5ഉം 14.5. എന്റെ റേഷ്യോ എന്ത് വരും? നമുക്ക് പോയിന്റ് പോട്ടെ 5 വെച്ച് കിട്ടുമ്പോൾ എന്ത് വരും? ഇത് 11, ഇത് 29, അതായത് 11 റേഷ്യോ. ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് സെയിം ആണ്. ഡിസ്റ്റൻസ് സെയിം ആകുമ്പോൾ സ്പീഡിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ ടൈമിന്റെ റേഷ്യോ ഇൻവേഴ്സിലായിരിക്കും. എത്ര? 11:29. നിങ്ങൾക്ക് ഇത് സ്പീഡായിട്ട് തോന്നുന്നത് കാണും. ഫസ്റ്റ് ആയിട്ട് ക്ലാസ് കാണുന്നവർക്ക് നല്ല സ്പീഡായിട്ട് തോന്നും. ഇത് നിങ്ങൾ ബേസിക് ക്ലാസ് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ഈ 30 ക്വസ്റ്റിന് എനിക്ക് ഇത് സൊല്യൂഷൻ ആണ്. ഒരിക്കലും ഇത് ബേസിക് ക്ലാസ് ആയിട്ട് കാണരുത്. സ്പീഡായിട്ട് തോന്നുന്നവർ കാണും. അപ്പൊ നിങ്ങൾ ബാക്കിയുള്ള ക്ലാസ്, എന്റെ ക്ലാസ് ഫോളോ ചെയ്യുന്നവർക്ക് ഇത് സ്പീഡൊന്നും ആയിരിക്കത്തില്ല. അപ്പം അങ്ങനെ ഉള്ളവരാണെങ്കിൽ ബാക്കി ബേസിക് ക്ലാസ് കണ്ടതിന് ശേഷം ഈ സൊല്യൂഷൻ നോക്കി. ഇത് സൊല്യൂഷൻ ആണ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്താലേ നമുക്ക് അടുത്ത എക്സാമിന് നല്ല രീതിയിൽ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, 29:11. ടൈമിന്റെ റേഷ്യോ വരും 11 റേഷ്യോ. സ്പീഡ് റേഷ്യോ 29:11. ടൈമിന്റെ റേഷ്യോ 11:29 വരും. അപ്പൊ നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? Then it takes him 2 hours to row to a place and come back to the initial point. അപ്പൊ നമ്മുടെ 40ന്റെ വാല്യൂ ആണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇവിടെ 11 മിനിറ്റ്, ഇവിടെ 29 മിനിറ്റ്. അപ്പൊ 40 യൂണിറ്റിന്റെ വാല്യൂ ആണ് നമുക്ക് എത്ര തന്നിരിക്കുന്നത്? 120 മിനിറ്റ് തന്നിരിക്കുന്നത്. നമുക്ക് എന്താ ചെയ്യുന്നത്? സോ ഫാർ ഇസ് ദ പ്ലേസ് ഇൻ കിലോമീറ്റർ. 40ന്റെ വാല്യൂ ആണ് 120 കിലോമീറ്റർ തന്നിരിക്കുന്നത്, 120 മീറ്റർ തന്നിരിക്കുന്നത്. നമുക്ക് അപ്പൊ 11ന്റെ വാല്യൂ എന്ത് കിട്ടും? ഇത് നോക്കാം. 11ന്റെ വാല്യൂ എന്ത് കിട്ടും? 11ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻറ്റു 11. ഓക്കെ, 120/40 ഇൻറ്റു 11, അതായത് എത്ര? 120 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര? 120 മിനിറ്റ് ആണ്. 40 എന്ന് പറഞ്ഞാൽ 40 മിനിറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത് എത്ര വരും? 3, അതായത് 33 മിനിറ്റ് എന്നിട്ട് 33 മിനിറ്റ് ആണ് എന്ത് ഇവിടെ എടുക്കുന്നത്. അതായത് ഡൗൺ സ്ട്രീമിൽ എടുക്കുന്ന സമയം 33 മിനിറ്റ് ആണ്. ഹൗ ഫാർ ഈസ് ദ പ്ലേസ്? ഫാർ ഈസ് ദ പ്ലേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡ് ഇൻറ്റു ടൈം ആണ്. സ്പീഡ് നമുക്ക് എത്ര കിട്ടുന്നത്? ആ സമയത്ത്, ഈ സമയത്ത് സ്പീഡ് എത്രയാണ്? 14.5. 14.5 14.5 20. അതെ, ഒറിജിനൽ സ്പീഡ്. ഒറിജിനൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞാൽ 14.5, അതായത് 29/2. 14.5 29/2 ഇൻറ്റു ഇനി എന്താ? 14.5 29/2 എടുക്കണ്ട, 14.5 എടുത്താൽ 14.5 ഇൻറ്റു ടൈം. ടൈം എന്ന് പറഞ്ഞാൽ 33 മിനിറ്റ്. 33 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം എത്രയാണ്? അര മണിക്കൂറാണ്. ഓക്കെ,
ഇത് കിലോമീറ്റർ പെർ അവർ ആണ്, കിലോമീറ്റർ പെർ അവർ ആണ് ഇൻറ്റു എന്താ 33 മിനിറ്റ്. 33 വെച്ചാൽ ഏകദേശം ഹാഫ്, അത് അല്ലെ 33/60. അങ്ങനെയൊന്നും ചെയ്യരുത്. അവിടാണ് നമ്മൾ സമയം ലാഭിക്കുന്നത്. 14.5 പകുതി 7.25, അതായത് 7.25 ആ ഒരു റേഞ്ച് വരുന്നതുകൊണ്ട് 7.2 എന്ന് വെച്ചാൽ 7 കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ കാണാം. 7 ആ ഒരു റേഞ്ച് വരുന്ന ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ 4. 14ന്റെ പകുതിയിൽ നിന്ന് ജസ്റ്റ് കൂടുതലായിരിക്കും. കാര്യം നമ്മൾ 33/60 കുറച്ചുകൂടെ കൂടുതൽ. ഓക്കെ, നമ്മൾ അടുത്തൊന്നും ഇല്ല, 5 അല്ല, 6.25 അല്ല, 6 എന്ന് പറയുമ്പോൾ നല്ല പകുതിയാവും. 8 അല്ല, 8 കൂടി. ഓക്കെ, അപ്പൊ അങ്ങനെ ഓപ്ഷൻ 4 ആൻസർ. അപ്പൊ അല്ലാത്തവർ എങ്ങനെ ചെയ്യും? 14.5 ഇൻറ്റു 33/60 നമ്മൾ ഫുള്ള് കാൽക്കുലേഷൻ ചെയ്ത് മേലുതാരം ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 145, ഇവിടെ 600, പിന്നെ എന്ത് ചെയ്യും 5 വെച്ചൊക്കെ വെട്ടി നമ്മൾ ആൻസർ 11ന്റെ മൾട്ടിപ്ലൈ ആയിരിക്കും. 15 അല്ല, ഇത് റൗണ്ട് ഓഫ് ടു 2 ഡെസിമൽ പ്ലേസ്. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്താലും എന്ത് ചെയ്യും, കാൽക്കുലേറ്റ് ചെയ്ത് ഒരുപാട് ചെയ്യേണ്ടി വരും. നമ്മൾ ആൻസർ എന്ന് പറഞ്ഞാൽ എത്ര വരും? ഇതിന്റെ ഏകദേശം പകുതി. ഇവിടെ എന്താ ചെയ്തത്? ഇവിടെ ഡിസ്റ്റൻസ് സെയിം ആണ്, ഡൗൺ സ്ട്രീം സ്പീഡ്, അപ്പ് സ്ട്രീം സ്പീഡ് രണ്ടും റേഷ്യോ, സ്പീഡ് റേഷ്യോ ആൻഡ് ഇൻവേഴ്സ്ലി ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആകുമ്പോൾ സ്പീഡും ടൈമും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും. ഇത് 11, 29, ടോട്ടൽ 40ന്റെ വരവാണ് നമുക്ക് നിൽക്കുന്നത് 120 മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ 2 മണിക്കൂർ ടോട്ടൽ. അപ്പൊ 11ന്റെ വാല്യൂ ഒരു ഇതിന്റെ വാല്യൂ അപ്പൊ 33 മിനിറ്റ് നിൽക്കും. 33 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 33/60 മണിക്കൂറാണ്. 20 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഹാഫ്, പകുതി മണിക്കൂറല്ലേ. അപ്പൊ നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈമാണ്. ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ഡിസ്റ്റൻസ് ആവശ്യം. ഹൗ ഫാർ ഇസ് ദ പ്ലേസ് ആവശ്യം. നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചെയ്യാം. എത്ര നമ്മുടെ 5.5 ഗുണം അതിന്റെ 29ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. 29 ഗുണം 3 അത് ചെയ്യാം. അങ്ങനെ കൂടെ ചെയ്ത് നോക്കാം. ഓക്കെ, അടുത്ത ദിവസം നോക്കിയേ. ഇത് സിമ്പിൾ ക്വസ്റ്റൻ ആണ്. എന്താ x+1/x 4 ആണെങ്കിൽ x²+1/x². എത്ര വരും? k ആണെങ്കിൽ x+1/x k ആണെങ്കിൽ x²+1/2 k² - 2, അതായത് 4² - 2 എത്ര വരും? 14 ആൻസർ വരും. ഓക്കെ, അത്ര സമയം മതി. അടുത്ത ദിവസം നോക്കിയേ. ഇത് പ്രോബബിലിറ്റി ക്വസ്റ്റൻ ആണ്. ഓക്കെ, പ്രോബബിലിറ്റി. A glass jar contains 6 white, 8 black, 4 red, and 3 blue marbles. If a single marble is chosen at random from the jar, what is the probability that it is black or blue? Black or blue എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അഡീഷൻ കേസ് ആണ്. അപ്പോൾ ബ്ലാക്ക് വരുന്ന ഏതൊക്കെയാണ്? പ്രോബിലിറ്റി ദാറ്റ് ബ്ലാക്ക് ഓർ ബ്ലൂ. അപ്പൊ നമുക്ക് അഡീഷൻ വരുന്ന, അപ്പൊ ബ്ലാക്കും ബ്ലൂ എത്രയൊക്കെ ഉണ്ട്? ബ്ലാക്ക് എത്ര ഉണ്ട്? 8 8ഉം അതേപോലെ ബ്ലൂ എത്ര ഉണ്ട്? 3 ടോട്ടൽ എത്ര? കാര്യം 8 ടോട്ടൽ പ്ലസ് 3 ടോട്ടൽ രണ്ടിനും കൂടെ പ്ലസ് ചെയ്തത്, രണ്ടിന്റെ പ്രോബിലിറ്റി പ്ലസ് ചെയ്തു. പ്രോബിലിറ്റി ബ്ലാക്ക് പ്ലസ് പ്രോബിലിറ്റി ബ്ലൂ. അപ്പം പ്രോബിലിറ്റി ബ്ലാക്കും ബ്ലൂ എത്ര ഉണ്ട്? 8 ബ്ലാക്കും 3 ബ്ലൂ ഉണ്ട്. ടോട്ടൽ എത്ര ഉള്ളത്? 6, 14, 18, 21. അപ്പൊ 11/21. 11/21 ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ ആണ്. പ്രോബിലിറ്റി സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഓക്കെ, അടുത്ത ദിവസം നോക്കി. ദ പ്രോഡക്റ്റ് ഓഫ് 2 numbers 1500, their HCF is 10. The number of such possible pairs. ഇതൊന്നുമില്ല. HCF 10 ആണെങ്കിൽ ഒരു നമ്പർ 10x, മറ്റേ നമ്പർ 10y. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ 10x ഇൻറ്റു 10y, അതായത് 100 ഇൻറ്റു xy അതാണ് പറഞ്ഞിരിക്കുന്നത്. 1500. xy എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 15. എക്സും വൈയും എന്ന് പറഞ്ഞാൽ എന്താ? കോപ്രൈൻ നമ്പേഴ്സ് ആണ്. അങ്ങനെയുള്ള ഏതൊക്കെ നമ്പർ ഉള്ളത്? 3ഉം 5ഉം ഉണ്ട്. കോപ്രൈൻ ആണ്. 1ഉം 15ഉം ഉണ്ട്. വേറെ ഏത് നമ്പേഴ്സ് ഉണ്ട്? വേറെ ഒരു നമ്പേഴ്സും അങ്ങനെയില്ല. xy 15 ആയിട്ടുള്ള പ്രോഡക്റ്റ് എക്സും ഇൻറ്റു വൈ 15 വരുന്നുള്ള പ്രോപ്പർ ആയിട്ടുള്ള നമ്പേഴ്സ് ഏതൊക്കെയുണ്ട്? 2 പേർ ഉണ്ട്. സച്ച് നമ്പേഴ്സ് ഓഫ് സച്ച് പോസിബിൾ പെയർ എത്ര ഉണ്ട്? ഓപ്ഷൻ 3, അതായത് 2 പേർ അതേപോലെ ഉണ്ട്. അതായത് 30ഉം 50ഉം അതേപോലെ 10ഉം 150. അതിന്റെയും എന്തായിരിക്കും? പ്രോഡക്റ്റ് 1500 ആയിരിക്കും. HCF 10 ആയിരിക്കും. ഓക്കെ, അടുത്ത ദിവസം നോക്കി. എ മാൻ ബൈസ് എ മെഷീൻ ഫോർ 5000. ആഫ്റ്റർ 1 year he sells it for 6000. ആഫ്റ്റർ 2 years again he buys the same machine at 8000 and sells it for 10000. ഫൈൻഡ് ഹിസ് ഓവറോൾ പ്രോഫിറ്റ് പെർസെന്റേജ് ഫോർ ബോത്ത് ട്രാൻസാക്ഷൻ. അപ്പൊ ഇത് നമ്മൾ ആദ്യമായിട്ട് കാണുന്നവർ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്ത് പരിചയമില്ലാത്തവർ എന്ത് ചെയ്യും? ആദ്യം 5000 എഴുതി, പിന്നെ 6000 എഴുതി, പിന്നെ 4 പിന്നെ 8000 എഴുതി, പിന്നെ 10000 എഴുതി. ഇങ്ങനെയൊക്കെ എഴുതേണ്ട കാര്യമുണ്ടോ? ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മനസ്സിലാകത്തില്ലേ? അപ്പൊ അയാൾ കോസ്റ്റ് പ്രൈസ് എത്ര ടോട്ടൽ? 5000 ഇവിടെ ആയി. പിന്നെ 2 വർഷം കഴിഞ്ഞിട്ട് 8000 വെച്ച് കോസ്റ്റ് പ്രൈസ് എത്രയായി? 13000. ഇതൊന്നും എഴുതേണ്ട കാര്യമുണ്ടോ? എഴുതേണ്ട കാര്യമില്ല. കോസ്റ്റ് പ്രൈസ് 13000. ഇപ്പൊ വിറ്റപ്പോ എത്ര കിട്ടി? ആദ്യമേ 6000, രണ്ടാമത് ഇത്ര 15000. ഇപ്പൊ 16000 രൂപ കിട്ടി. 13000 രൂപയ്ക്ക് മേടിച്ചിട്ട് 16000 രൂപയ്ക്ക് വിറ്റു. അപ്പൊ അയാൾക്ക് ലാഭം എത്രയാണ്? 3000 രൂപ. 3000 ഡിവൈഡ് ബൈ, ഇത് എഴുതേണ്ട കാര്യമില്ല. എത്ര നമുക്ക് പ്രോഫിറ്റിൽ വെച്ചിരിക്കുന്ന ഓവറോൾ പ്രോഫിറ്റ് 3000 ടോട്ടൽ കോസ്റ്റ്. 3/13. 3000 ടോട്ടൽ കോസ്റ്റ് 13000. 3/13. 3/13ന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ 3/13 പെർസെന്റേജ്. 3/13 ഇൻറ്റു 100 പെർസെന്റേജ് ആണ് പ്രോഫിറ്റ് പെർസെന്റേജ്. അതായത് 300/13. 300/13 പറയുമ്പോൾ 30/13 2 വട്ടം. ബാക്കി എത്രയാണ്? 4. 40/13 3 വട്ടം. 23 സംതിങ് എത്ര ഉണ്ട്? ഓപ്ഷൻ 3, 23.08. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഇതിങ്ങനെ എഴുതി ചെയ്തത് നിങ്ങളുടെ മനസ്സിൽ തന്നെ എത്രയാണ് ടോട്ടൽ കോസ്റ്റ് അവിടെ ആയത്, ടോട്ടൽ എത്രയാണ് വിറ്റത്, ടോട്ടൽ പ്രോഫിറ്റ് എത്ര, ടോട്ടൽ ബൈ
കോസ്റ്റ് ബേസ്. ഓക്കെ, അടുത്ത ദിവസം നോക്കി. The difference of simple interest from two banks on 8,000 in 3 years is 800. If the rate of interest per annum in two banks are R1 and R2, then what is the value of R1 minus R2, where R1 greater than R2? രണ്ടിന്റെ റേറ്റുകളുടെ ഡിഫറൻസ് അവിടെ ഉണ്ട്. ഇവിടെ നോക്കി, ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ഫ്രം ടു ബാങ്ക്. ഇപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്, വളരെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാം. 8,000 ഇൻ 3 years, 3 വർഷത്തെ ഡിഫറൻസ് തന്നിരിക്കുന്നത്. ഇത് പെർസെന്റേജിൽ എത്ര ഡിഫറൻസ്? 800 എന്ന് പറഞ്ഞാൽ 8,000ന്റെ എത്ര പെർസെന്റേജാ? 10%. 10% ആണ് എത്ര വർഷം കൊണ്ട് ഉണ്ടാകുന്ന ഒരു തമ്മിലുള്ള ഡിഫറൻസ്. റേറ്റ് കാരണമാണ് ഡിഫറൻസ് വ്യത്യാസം വരുന്നത്. കാര്യം ഒരേ പ്രിൻസിപ്പിൾ ആണ്, 8,000 എന്ന് പറഞ്ഞാൽ ഒരേ പ്രിൻസിപ്പിൾ ആണ്. റേറ്റ് ഡിഫറൻറ്റ് ആയതുകൊണ്ടാണ് ഇവർക്ക് എന്ത് വരുന്നത്, ഇങ്ങനെ ഡിഫറൻസ്, എമൗണ്ടിൽ ഡിഫറൻസ് വരുന്നത്. 10% എത്ര വർഷം കൊണ്ട് ഉണ്ടായതാ? 3 year കൊണ്ട്. നമുക്ക് ചോദിച്ചേക്കുന്നത് എന്താ? ഇഫ് ദ റേറ്റ് ഓഫ് സിമ്പിൾ ഇൻട്രസ്റ്റ് R1 ആൻഡ് R2, വാട്ട് ഈസ് വാല്യൂ ഓഫ് R1 മൈനസ് R2? ഇതെന്ന് പറഞ്ഞാൽ ഈ R1 ഉം R2 റേറ്റ് എന്ന് പറഞ്ഞാൽ എത്ര വർഷത്തെയാണ്? R1 എന്ന് പറഞ്ഞാൽ റേറ്റ് പെർസെന്റേജ് പെർ ആനം, R2 എന്ന് പറഞ്ഞാൽ പെർ ആനത്തിലുള്ള റേറ്റ് ആണ്. പെർ ഒരു ഇയറിൽ എത്ര ഡിഫറൻസ് ആണെന്നാണ് കണ്ടുപിടിക്കുന്നത്. 3 ഇയറിൽ 10% ആണെങ്കിൽ ഒരു ഇയറിൽ എത്ര വരും? 10/3. 10/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 1/3%. ഓപ്ഷൻ 3 വരും. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ നോക്കിയാൽ മതി, ഒരു വർഷം കൊണ്ടുള്ള ഡിഫറൻസ് ആണ് ഈ കിടക്കുന്നത്. ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര വേണം? 10% വേണം. 2 1/3 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 10 വരുമോ? ഇല്ല. 5 1/3 ചെയ്താൽ വരുമോ? ഇല്ല. 3 1/3 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വരും? 10% വരും. 1 1/3 ചെയ്താലും വരത്തില്ല. അപ്പൊ ഇങ്ങനെ ചെയ്യാം. അല്ലാതെ ബാക്കിയുള്ളവർ എങ്ങനെ എഴുതി ചെയ്യുന്നത് ആലോചിക്കും. 800 ആണ് 3 മാസത്തെ, ഒരു മാസത്തെ 3 വർഷത്തെ, ഒരു വർഷത്തിൽ ബൈ 3, എന്നിട്ട് ഡിവൈഡ് ബൈ 8,000 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 8,000. ഒരു വർഷത്തിന് 8,000 ബൈ 3 എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ ബൈ 8,000 ഇൻറ്റു 100. ഇങ്ങനെ ചെയ്തിട്ട് എന്ത് ചെയ്യും? ഇതിന്റെ ആൻസർ ഇങ്ങനെ ചെയ്താലും 10/3, അത് 3 1/3%. ഇങ്ങനെ ചെയ്താലും അങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ക്ലാസ് ഞാൻ ഫീച്ചറിന് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡിൽ, ആദ്യം ഞാൻ പറഞ്ഞ മെത്തേഡിൽ തന്നെ ചെയ്യുന്നത്. അടുത്ത ദിവസം നോക്കി. 40 liters of milk are kept in a container. കണ്ടെയ്നറിൽ 40 ലിറ്റർ മിൽക്ക് ഉണ്ട്. 4 liters of milk were removed from this container and replaced with water. Okay, this procedure was performed 2 more times. How much milk does the container now hold? ഇതിന് ഫോർമുല ഉണ്ട്. നമ്മുടെ മിൽക്ക് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇനിഷ്യൽ ക്വാണ്ടിറ്റി ടു 1 മൈനസ് എത്രയാണോ എടുത്തത് ബൈ ഇനിഷ്യൽ ക്വാണ്ടിറ്റി റേസ് ടു n. ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ഇത് അങ്ങനെ പഠിച്ചു വെക്കാം. അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? മിൽക്ക് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര വരും? 40 ലിറ്റർ ഉണ്ടായിരുന്നു, അതിനകത്ത് നിന്ന് 4 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് എടുത്തു, എന്നിട്ട് വാട്ടർ ഇട്ട്. അപ്പൊ 40-നകത്ത് 4 എന്ന് പറഞ്ഞാൽ എത്ര പെർസെന്റേജാണ്? 4/40. അങ്ങനെ നോക്കണ്ടല്ലോ. 40-നകത്ത് 4 എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇടുമല്ലേ? 10%. അപ്പൊ 10% മിൽക്ക് എടുത്തു, ബാക്കി എത്ര ഉണ്ട് മിൽക്ക്? 90% മിൽക്ക് ഉണ്ട്. 90% 9/10 ആണ് അല്ലേ? 9/10 ആണ്. 90/100, 9/10 ആണ്. ഈ പ്രൊസീജിയർ എത്ര വട്ടം ചെയ്തു? 2 വട്ടം. ഒരു വട്ടം ഇത് ചെയ്തു, അത് കഴിഞ്ഞ് 2 വട്ടം, അതായത് ഇതിന്റെ ക്യൂബ് അല്ലേ? 9/10 3 വട്ടം ചെയ്തു. ആദ്യം ഒരു വട്ടം ചെയ്തു, പിന്നെ 2 വട്ടം ചെയ്തു. നമ്മുടെ ആൻസർ എന്ത് വരും? 40 × 9³/10³. അപ്പൊ നമ്മുടെ ആൻസർ ഒരിക്കലും അപ്രോക്സിമേറ്റ് തന്നിട്ടില്ല. ക്വസ്റ്റിനകത്ത് അപ്രോക്സിമേറ്റ് തന്നിട്ടില്ല. നമ്മുടെ ആൻസർ എന്താണ്? കറക്റ്റ് തന്നെയാണ്. അപ്പം 9ന്റെ ക്യൂബ് ഉണ്ട്. 9ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 9ന്റെ മൾട്ടിപ്പിൾ ഉള്ള എത്ര ഓപ്ഷൻ ഉണ്ടെന്ന് നോക്ക്. 2 9 9 നോക്കണ്ട. 6 1 7 7 9. ഇത് 9ന്റെ മൾട്ടിപ്പിൾ ആണ്. അടുത്ത നോക്ക്. 3 7 9 3 അല്ല, 3ന്റെ മൾട്ടിപ്പിൾ ആണ്. 3 2 5 അല്ല, 3 0. ഇതൊന്നും 9ന്റെ മൾട്ടിപ്പിൾ അല്ല. ഓപ്ഷൻ 1 മാത്രമേ 9ന്റെ മൾട്ടിപ്പിൾ ഉള്ളൂ. അപ്പൊ ആൻസർ അത് ഏത് തന്നെ ആയിരിക്കും? അത് തന്നെ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്യേണ്ടത്. ഇവിടുത്തെ മിൽക്കിന്റെ അളവ് എന്ത് വരും? I എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇനിഷ്യൽ 40 × 1 മൈനസ് എത്ര എടുക്കുന്നത്? 4/10 4/40 ടോട്ടൽ ഇനിഷ്യൽ ഉണ്ടായത് റേസ് ടു n × 3. 40 × 1 മൈനസ് 1/2 40 × 9/3 ക്യൂബ്. സെയിം ഫോർമുല തന്നെ വരത്തുള്ളൂ. നിങ്ങൾക്ക് 2 രീതിയിലും ചെയ്യാം. അപ്പൊ കാൽക്കുലേഷൻ ചെയ്യുന്നത് നോക്കൂ. അടുത്ത ദിവസം നോക്കി. ഇവാലുവേറ്റ് ദ ഫോളോയിങ്. sin 25 sin 65 മൈനസ് cos 25 cos 65. നമ്മളൊരു ഫോർമുല വെച്ചിട്ടുണ്ട്. cos A cos B മൈനസ് sin A sin B. cos A cos B മൈനസ് sin A sin B എന്ന് പറഞ്ഞാൽ cos A plus B ആണ്. cos A plus B ആണ്. ഇവിടെ നോക്കി. cos A cos B മൈനസ് sin A sin B. ഇവിടെ ഒരു മൈനസ് കോമൺ എടുത്താൽ മതി. മൈനസ് ഇതിനകത്ത് നിന്ന് കോമൺ എടുത്തത്. അപ്പൊ എന്ത് വരും? cos A cos B മൈനസ് sin A sin B തരും. എന്നുവെച്ചാൽ cos A plus B ആണ്. മൈനസ് അവിടെ കിടക്കട്ടെ. മൈനസ് cos A plus B 65 25 എത്ര? cos 90. മൈനസ് cos 90. cos 90 എന്ന് പറഞ്ഞാൽ എത്ര? 0 ആണ്. മൈനസ് 0 എന്ന് പറഞ്ഞാൽ എത്ര വരും? 0. ഇതേപോലത്തുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അത് കാൽക്കുലേറ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾ ഞാൻ പറയുന്ന മെത്തേഡിൽ ചെയ്യുന്നെങ്കിൽ ഒന്നുമില്ല. 30 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 25-20 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റും. ആ മെത്തേഡിൽ ചെയ്യണം. ഓക്കെ, അടുത്ത ദിവസം നോക്കി. ദ നമ്പർ 5769116 ഈസ് ഡിവിസ്ഡ് ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ്. അപ്പൊ ഇങ്ങനെയുള്ള 1 ലൈനർ ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട്. ഓക്കെ, 5ൽ എന്തായാലും അല്ല. 5 ആണെങ്കിൽ ഉള്ള കണ്ടീഷൻസ് 0 അല്ലെങ്കിൽ 5 ആവണം. അല്ല 8ലാണ് നോക്കൂ. 8ലാണ് നോക്കൂ. ആദ്യം വലിയ നമ്പർ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ആദ്യം വലിയ നമ്പർ ചെക്ക് ചെയ്യണം. 5ലല്ല, ഇനി 12ലാണെന്ന് നോക്കാം. 12ലാണെന്ന് വേണമെങ്കിൽ ഇത് 4 കൊണ്ട് 3 കൊണ്ട് മൾട്ടിപ്പിൾ ആയിരിക്കണം. 3ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് നോക്കിയത്. നോക്ക് 5 12
18 മൂന്നിന്റെ മൾട്ടിപ്പിൾ ഒന്നും നോക്കണ്ട, 5 12 നോക്കണ്ട, 6 നോക്കണ്ട, 9 9ാണ്, പിന്നെ 1 1 2, പിന്നെ എത്ര ഉള്ളത് 6. അപ്പൊ 6 മാറ്റി എടുക്കാം. അപ്പൊ 2 കിടക്കുന്ന ശിഷ്ടം വരുന്നത്. അപ്പൊ 3ന്റെ മൾട്ടിപ്പിൾ അല്ല, അല്ലെങ്കിൽ എല്ലാം കൂട്ടി നോക്കിയത് നോക്കേണ്ട കാര്യമില്ല. 12 18 27 28 29 35 ഒരിക്കലും 3ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പൊ ഈ ആൻസർ 12ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പൊ ഇത് രണ്ടും അല്ല. ഇനി അടുത്ത 8 നോക്കണം. അടുത്ത വരുന്നത് 8 എന്ന് പറഞ്ഞാൽ എന്താ, ലാസ്റ്റ് 3 ഡിജിറ്റ് 8ന്റെ മൾട്ടിപ്പിൾ. അപ്പൊ 8ന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് 100 പ്ലസ് 16 എഴുതി 116. ലാസ്റ്റ് 3 ഡിജിറ്റ് ആണ് 8ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ. ആ കണ്ടീഷൻ ഒക്കെ ഡിസ്പ്യൂട്ടിൽ പറഞ്ഞു. അപ്പം 16 എന്ന് പറഞ്ഞാൽ 8ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ 100 എന്ന് പറഞ്ഞാൽ 8ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പൊ നമ്മുടെ ഓവറോൾ 116 8ന്റെ മൾട്ടിപ്പിൾ അല്ല. അല്ലെങ്കിൽ 8ന്റെ ടേബിൾ വരുന്ന അല്ല 116 പറയുന്നത്. ഓക്കെ, 128 ആണ്. ഇങ്ങനെ ചെയ്താൽ എളുപ്പം വരും. 16 8ന്റെ മൾട്ടിപ്പിൾ ആണ്, പക്ഷെ 100 എന്ന് പറഞ്ഞാൽ 8ന്റെ മൾട്ടിപ്പിൾ അല്ല. അതുകൊണ്ട് എന്താ ടോട്ടൽ 116 8ന്റെ മൾട്ടിപ്പിൾ അല്ല. അതിന്റെ അർത്ഥം ഈ നമ്പർ 8 കൊണ്ട് ഡിവിസിബിൾ അല്ല, ഓൺലി 4 കൊണ്ടാണ് എന്ത് ഈ നമ്പർ ഡിവിസിബിൾ. ലാസ്റ്റ് 2 ഡിജിറ്റ് 4ന്റെ മൾട്ടിപ്പിൾ. ഓക്കെ, 8 കൊണ്ടാണ് നമ്മൾ ആദ്യം കയറി 4ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറഞ്ഞ് എഴുതിയത്. ചിലപ്പോൾ 8ന്റെ മൾട്ടിപ്പിൾ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതുകൂടെ ചെക്ക് ചെയ്തിട്ട് വലുതിന് ചെറുതിലോട്ട് ചെക്ക് ചെയ്ത് പോകാം. അടുത്ത ദിവസം നോക്കി, the radius of a sphere is decreased by 48%. Then by what percentage does its surface area decrease? Surface area എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ക്വയർ ആണ്, അതായത് 4πr² ആണ്. ഓക്കെ, അപ്പൊ എന്ന് വെച്ചാൽ 2 വട്ടം സക്സസീവ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്താ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താ, -48 പ്ലസ് 48 48/100, അല്ലെങ്കിൽ തിരിച്ചു കഴിഞ്ഞാൽ മതി 48 പ്ലസ് 48 മൈനസ് 48 ഇൻറ്റു 48/100. ഇതായിരിക്കും എന്ത്, ഇത്രയും പെർസെന്റേജ് ആയിരിക്കും നമുക്ക് ഡിക്രീസ് ചെയ്യുന്നത്. ഇത് എഴുതുന്നതിന് കുഴപ്പമില്ല, A+B + AB കണ്ട് ഒന്ന് മൈനസ് കൊടുത്താലും കുഴപ്പമില്ല, നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ മൈനസ് കൊടുത്തിട്ട് ഇവിടെ പ്ലസ് കൊടുത്താലും മതി. -48 -40 അതൊക്കെ ഓക്കെയാണ്. A+B + AB കണ്ടാണ് നമുക്ക് സക്സസീവ് ആയിട്ട് 2 ചെയ്യുന്നത്. പക്ഷെ ഇത് കാൽക്കുലേഷൻ എങ്ങനെ ചെയ്യും അതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത്. ഇത് നമുക്ക് കിട്ടും 96. 2-3 തരത്തിൽ ചെയ്യുന്നവരുണ്ട്. 96 ഇത് എത്ര കിട്ടും, 47 48. അതായത് 8ന്റെ സ്ക്വയർ കണ്ടുപിടിക്കുന്നവരാണ്. ഇവിടെ നമുക്ക് 8 64 64 4 പോയിന്റ് കഴിഞ്ഞിട്ട് 4 എന്തിന്റെയോ പോയിന്റ്, പിന്നെ 2 പോയിന്റും ഉണ്ട്. 4 കുറയ്ക്കുമ്പോൾ പോയിന്റ് വരുന്നത് നിങ്ങളുടെ ഓപ്ഷൻ 6ഉം 6 രണ്ടിടത്തുണ്ട്. 48ന്റെ സ്ക്വയർ ഞാൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ GDL ക്ലാസ്സിൽ. അവിടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര, 50 2 കുറവ്. 04 എഴുതുക, 25 50 2 കുറവാണ്ട് 25 2 കുറവ് 23 0. എന്നിട്ട് ബൈ 100 23.04. 96 മൈനസ് 23.04. അപ്പൊ 0.04 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര വരുന്നത്, 0.96 വരുന്നത്. 0.96 കൂട്ടിയാൽ അതൊരു പൂർണ്ണ ഇതാവുന്നത്. അപ്പം ഓപ്ഷൻ 2 ആണ് നമ്മുടെ ആൻസർ. ഇങ്ങനെ ചെയ്യുന്നവരാണ്. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും, 23.04 കുറയ്ക്കുന്നവരാണ്. 96 23 കുറച്ച് കഴിഞ്ഞാൽ 73, 0.04 വെച്ച് കഴിഞ്ഞാൽ 72.9. ഇങ്ങനെ ചെയ്യുന്നവരാണ്. പിന്നെ അതായത് DT സം ചെയ്യാം. DT സം എന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ച് തന്നെ ചെയ്യാം. ഇത്ര എഴുതിയിട്ട് തന്നെ DT സം ഞാൻ CHSLന്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു മാത്സ് എന്ന് പറഞ്ഞിട്ട് എങ്ങനെ മാത്സ് പഠിക്കണം എന്നുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. 48 ഇൻറ്റു 48/100. ഇതെത്ര വരും DT സം എന്ന് പറഞ്ഞാൽ 3 3 3 6 മൈനസ് ഇത് 3 ഇൻറ്റു 3 9. 9 എന്ന് പറഞ്ഞാൽ നമുക്ക് 0 ആയിട്ട് ഉണ്ട്, 9 അല്ലെങ്കിൽ 0. നമ്മുടെ ആൻസറിന്റെ DT സം എത്ര ആയിരിക്കും, 6 ആയിരിക്കും. ഇത് നോക്ക് 15 15 തൊട്ട് 23 9 നോക്കണ്ട 23 5ആണ് DT സം അല്ല. 7 9 9 നോക്കണ്ട 6 6ആണ് DT സം. 8 14 16 22 4ആണ് DT സം അല്ല. 9 നോക്കണ്ട 8 9 നോക്കണ്ട പിന്നെ 2ആണ്. ഇതുമല്ല DT സം വെച്ച് നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. ഇങ്ങനെ കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സ് നിങ്ങൾ നിങ്ങളുടെ മെത്തേഡ്സ് ആക്കി പഠിക്കും. ഓക്കെ, അടുത്ത നോക്കിയേ, 2 numbers are respectively 10% and 25% more than a third number. The ratio of the 2 numbers. അപ്പൊ ഇത് ഓപ്ഷൻ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നത് ഓപ്ഷൻ 1 ആണ് ഇതിന്റെ ആൻസർ. അപ്പൊ എങ്ങനെയാണ് ഞാനിത് ചെയ്യുന്നത്, ഓപ്ഷൻ 1 ആണ് ആൻസർ എന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ അത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പം അല്ലാത്തൊരു സാധാരണ ഒരാളെ എന്താ ചെയ്യുന്നത്, തേർഡ് നമ്പർ 100 എന്ന് പറഞ്ഞെടുക്കും, ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പർ. ഫസ്റ്റ് നമ്പർ ഒരു ബിഗിനർ ആയിട്ടുള്ളതല്ലേ, നമ്മൾ എല്ലാ ബുക്കിലും കാണുന്ന മെത്തേഡാണ്. 100 എടുക്കും, ഫസ്റ്റ് നമ്പർ എത്ര കിട്ടും, 100-നേക്കാളും 10% കൂടുതൽ 110. സെക്കൻഡ് നമ്പർ 125 25% more. റേഷ്യോ ഓഫ് 2 നമ്പർ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും എത്ര കിട്ടും, 5 തൊട്ട് കിട്ടുമ്പോൾ 22 എത്ര 25. അപ്പൊ ആൻസർ നമുക്ക് 22 25 കിട്ടും. വലിയ സമയം എടുക്കത്തില്ല. പക്ഷെ ഇതിലും പെട്ടെന്ന് എങ്ങനെ ചെയ്യുന്നത്, തേർഡ് നമ്പറിനേക്കാളും 10% മോർ ആണ്. റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, തേർഡ് നമ്പർ 10 ആണെങ്കിൽ 10% 1/10 ആണ്, മറ്റേത് 11 ആയിരിക്കും. അതായത് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പൊ 11ന്റെ മൾട്ടിപ്പിൾ വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ 1 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അങ്ങനെ 10% കുറവെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 10% കുറവെന്ന് പറഞ്ഞാൽ 10% കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/10 കുറവാണ്. അത് 10ന്റെ സ്ഥാനം 9 ആയിരിക്കും. അപ്പോൾ എന്തായിരിക്കും, അത് 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. അപ്പൊ അതൊക്കെ ചെയ്താലേ നമുക്ക് എന്തെങ്കിലും സമയത്ത് പരീക്ഷ പെട്ടെന്ന് തീർക്കാൻ പറ്റും. അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് പെട്ടെന്ന് തീർക്കുന്നത്. ABC are 3 points said that AB എന്നിട്ട് BC എന്നിട്ട് AC എന്നിട്ട് the number of circles passing through the points A, B, C. ഇത് ക്വസ്റ്റ്യൻ ലൂസൺ ആണ്. എന്തെങ്കിലും നമുക്ക് AB എന്ന് പറഞ്ഞാൽ 9, BC എന്ന് പറഞ്ഞാൽ 11, AC എന്ന് പറഞ്ഞാൽ 20. 9 11 കൂട്ടുന്നതിനല്ലേ 20. അതായത് അതിന്റെ അർത്ഥം എന്താ, എയും ബിയും സിയും എന്താ ഒരേ ലൈനിൽ കിടക്കുന്ന 3 പോയിന്റ് ആണ്. ഈ 3 പോയിന്റിലൂടെ നമ്പർ ഓഫ് സർക്കിൾ,
എയിലും ബിയിലൂടെ ഒരു സർക്കിൾ പോകും, ബിയിലും സിയിലൂടെ ഒരു സർക്കിൾ പോകും. പക്ഷേ എയിലും ബിയിലും സിയിലും കൂടെ സർക്കിൾ വരയ്ക്കാൻ പറ്റുമോ നമുക്ക്? ഒരിക്കലില്ല, കർവായിട്ട് നമുക്ക് പോകത്തില്ല. എയിലും ബിയിലും സിയിലൂടെ കടന്നു പോകുന്ന, മൂന്നിലൂടെ കടന്നു പോകുന്ന ഒരു സർക്കിൾ പോലും നമുക്ക് വരയ്ക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ 4 പൂജ്യം സർക്കിൾസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുകൂടെ വരയ്ക്കാൻ പറ്റത്തില്ല. അടുത്ത ദിവസം നോക്കി, ദ റേഷ്യോ ഓഫ് ഇൻകംസ് ഓഫ് 2 എംപ്ലോയീസ് വന്നിട്ടുണ്ട്. ദ റേഷ്യോ ഓഫ് ദർ എക്സ്പെൻഡിച്ചർ വന്നിട്ടുണ്ട് 3:1. ഇഫ് ഈച്ച് ഓഫ് ദം മാനേജസ് ടു സേവ് 4500 പെർ മന്ത്, ഫൈൻഡ് ദ സം ഓഫ് ദർ മന്ത്ലി ഇൻകംസ്. ഇത് ഞാൻ CGL ഷിഫ്റ്റ് വൈസ് സൊല്യൂഷൻ ചെയ്തപ്പോൾ അതിനകത്ത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ മെത്തേഡ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ഇവിടെ ഈ 4500 സെയിം ആയതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യേണ്ടി വരും. അത് ഞാൻ ആ CGL ഷിഫ്റ്റ് വൈസിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കാണാത്തവര് അതും കൂടെ കണ്ട് പഠിക്കുക, മെത്തേഡ് പഠിക്കുക. ഇവിടെ കുറച്ച് എളുപ്പം ചെയ്യാം. കാര്യം എന്ന് വെച്ചാൽ ഇൻകത്തിന്റെ ഇവിടെ ഒന്നും ചെയ്യാം, പേന എടുക്കാതെ ആൻസർ കിട്ടുമല്ലോ. പേന എടുക്കാതെ കിട്ടുന്ന എങ്ങനെ ആൻസർ ഒക്കെ പറയാമല്ലോ. 1, 2, 13. ഓപ്ഷൻ 1 ഉണ്ട്, 1, 3, 2 ഇതല്ല, 1, 3, 6 ഇതല്ല. ഓക്കെ, 1, 3, ഇത് 3. ഇതോ ഓപ്ഷൻ 1 അല്ലെങ്കിൽ 4 ആണ്. നമുക്ക് പേന എടുക്കാൻ ചെയ്യുമ്പോൾ കാര്യം നമ്മുടെ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ? ഇൻകം എന്ന് പറഞ്ഞാൽ 11, 7, 4, 11. 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. പക്ഷെ ഓപ്ഷൻ 1, 4 ഉള്ളൂ. ഓപ്ഷൻ ഏതെങ്കിലും 11ന്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ഓപ്ഷൻ ഒരെണ്ണം മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് അത് ആൻസർ ആയിട്ട് കൊടുക്കാം. ഇൻകത്തിന്റെ റേഷ്യോ 7:4 ആണ്. നമുക്ക് എന്താ എക്സ്പെൻഡിച്ചറിന്റെ റേഷ്യോ എത്രയാണ്? 3:1 ആണ്. നമുക്ക് സേവിങ്സ് ഉണ്ട്. ഈച്ച് ഓഫ് ദം സേവ് 4500 പെർ മന്ത്. ഇതിന്റെ അർത്ഥം എന്താ? രണ്ടിനകത്തുനിന്നും ഒരേ എമൗണ്ട് ആണ് കുറയുന്നത്. അതായത് ഇൻകത്തിൽ നിന്ന് ഇൻകം 7x അല്ലെങ്കിൽ 7 എന്ന് പറയുന്ന ആ യൂണിറ്റിൽ നിന്നും 4500 ആണ് കുറയുന്നത്. അതുപോലെ 4 എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്നും 4500 ആണ്. അപ്പൊ ഇതിനകത്ത് ഈ മെത്തേഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ക്രോസ് മൾട്ടിപ്ലൈയിങ് മെത്തേഡിനകത്ത് ജിഡിയുടെ ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. രണ്ടിൽ നിന്നും സെയിം ആണ് കുറയുന്നതെങ്കിൽ എന്താ ഇവരുടെ ഡിഫറൻസ് എന്ത് ചെയ്യത്തില്ല, ചേഞ്ച് ചെയ്യത്തില്ല. രണ്ടിടത്തുനിന്ന് സെയിം ആ കുറയുമെങ്കിൽ ആദ്യത്തെ എത്ര ഡിഫറൻസ് ഇൻകത്തിൽ ഉണ്ടായിരുന്നു അതേ ഡിഫറൻസ് ആയിരിക്കും എക്സ്പെൻഡിച്ചറിലുള്ളത്. ഇവിടുത്തെ ഡിഫറൻസ് എത്ര യൂണിറ്റാ? 3 യൂണിറ്റ്. ഇവിടുത്തെ എത്ര യൂണിറ്റ് ഡിഫറൻസ്? 2 യൂണിറ്റ്. നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് ഡിഫറൻസിനെ സെയിം ആക്കണം. എന്റെ ഇന്ന് ഇൻകം എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഞാൻ പറഞ്ഞിട്ടുള്ളത് 3നെ 2നെ ഈക്വൽ ആക്കാൻ വേണ്ടി 2നെ 6 ആക്കണം. അതായത് മേളിൽ 2 കൊണ്ട് ഗുണിക്കുക. 2 ഗുണിക്കുമ്പോൾ എന്തൊരു ഇൻകം 14:8 എന്ന് വരും. താഴെ 3 കൊണ്ട് ഗുണിക്കുക. 3 കൊണ്ട് ഇവിടെ ഗുണിക്കുക. എത്ര വരും? 9:3. എന്തിനാക്കിയത്? നമ്മള് ഒരേ നമ്പറാണ്. ഇതിനകത്ത് നിന്ന് ഇൻകത്തിൽ നിന്ന് രണ്ടിടത്തും 4500 വെച്ചാണ് സേവ് ചെയ്യുന്നത്. അത് കുറയുന്നത്. അങ്ങനെയാണ് നമുക്ക് എക്സ്പെൻഡിച്ചർ കിട്ടുന്നത്. അതായത് ഇൻകം എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിങ്. അപ്പൊ എന്ത് കിട്ടും? നമുക്ക് റേഷ്യോ കിട്ടി. ഇവിടെ എന്താ? ഇവിടെയും 4 ആണ്, ഇവിടെയും എത്രയാണ്? 6 ആണ് ഡിഫറൻസ്, ഇവിടെ 6 ആണ് ഡിഫറൻസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനകത്ത് നിന്ന് കമ്പയർ ചെയ്യും. അതായത് 14ന് എത്ര കുറഞ്ഞത്? 9 ആവാൻ വേണ്ടി 5 കുറഞ്ഞു. അതായത് 8ന് 3 ആവാൻ വേണ്ടി 5 കുറഞ്ഞു. അതായത് 5 യൂണിറ്റിന്റെ വാല്യൂ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. എത്ര? 4800. 4800 കുറയുന്നു. നമുക്ക് എത്ര യൂണിറ്റിന്റെ വാല്യൂ വേണം? നമുക്ക് ഫൈൻഡ് ദ സം ഓഫ് ദർ മന്ത്ലി ഇൻകം. സം ഓഫ് ദർ മന്ത്ലി ഇൻകം എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇപ്പൊ ഇതാണ് മന്ത്ലി ഇൻകം 14. 22ന്റെ വാല്യൂ നമുക്ക് എന്ത് വേണം? അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 12 മൾട്ടിപ്പിൾ ആയിരിക്കും, 11 മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത്? 5ന്റെ വാല്യൂ അറിയാം, 4800. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയാണ് ഇങ്ങനെ എഴുതിയത്. എഴുതുന്നത് എങ്ങനെ? 5ന്റെ വാല്യൂ അറിയാം, 4500. നമുക്ക് എത്രന്റെ വാല്യൂ വേണം? 22ന്റെ വാല്യൂ വേണം. ഇത് എത്ര കിട്ടും നമുക്ക്? വേറെ വഴി ചെയ്യാലോ. 2 കൊണ്ട് മേളിൽ 4 മൾട്ടിപ്ലൈ. 2 കൊണ്ട് മേളിൽ 4 മൾട്ടിപ്ലൈ ആകുമ്പോൾ താഴെ മേളിൽ 4 മൾട്ടിപ്ലൈ ചെയ്താൽ വാല്യൂ മാറില്ല. 5 2 10 ആയി. ഒരു ഇതുമായിട്ട് പോയി. പിന്നെ നമ്മൾ ആൻസറിനകത്ത് ഒരു 0 കാണും. യൂണിറ്റ് എന്തായിരിക്കും? 2 2 4 4 8 4 4 8 32. 2 അവസാനിക്കും. 2 അവസാനിക്കുന്ന ഓപ്ഷൻ ഏതുണ്ട്? ഓപ്ഷൻ 4 ഉണ്ട്. 4 ഉണ്ട്, 2 ഉണ്ട്. പിന്നെന്താണ് നമ്മുടെ ആൻസർ? 11 മൾട്ടിപ്പിൾ. നമ്മൾ ആദ്യമേ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ 4 ആണ് നമ്മുടെ ആൻസർ. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് കാൽക്കുലേഷന്റെ ടൈം ഒരുപാട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു കാര്യം നോക്കിയുള്ള 4 സെയിം ആണ്. പിന്നെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം. ഞങ്ങൾ ഷിഫ്റ്റ് വൈസ് സൊല്യൂഷനിലുണ്ട്. വേണമെന്നുള്ളവർ അത് ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് കുറച്ച് ക്വസ്റ്റ്യൻ വെച്ചിട്ട് ചെയ്യാം. അത് ഒരുപാട് സമയം ലാഭിക്കും. അടുത്ത ദിവസം നോക്കി, ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ ഗിവൻ എക്സ്പ്രഷൻ 8 പ്ലസ് റൂട്ട് ഓഫ് 1651. ഇത് എളുപ്പ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ 1651ന്റെ റൂട്ട് കണ്ടുപിടിക്കാൻ ഞാൻ ക്ലാസ് റൂട്ടിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ റൂട്ട് ആകുമ്പോൾ 2 വെച്ച് മാറ്റുക, എന്നിട്ട് ഗ്രൂപ്പ് ചെയ്യുക. 16ന്റെ തൊട്ട് താഴെയുള്ള സ്ക്വയർ റൂട്ട് അല്ലെങ്കിൽ 16ന്റെ അടുത്തുള്ള സ്ക്വയർ റൂട്ട് ഏതാണ്? 4 ആണ്. ഇനി 81 വരുമ്പോൾ 1 ആണ് യൂണിറ്റ്. 1 വരുമ്പോൾ നമുക്ക് ഏതൊക്കെ വരാം? യൂണിറ്റ് 1 വരാം, അതേപോലെ 9 വരാം അല്ലേ? 1 വരാം, 9 വരാം. പിന്നെ നമുക്ക് 1681. അപ്പം 1 വരാം, 9 വരാം. ഇനി ഈ 1681 എന്ന് പറയുന്നത് ഏതിന്റെ അടുത്തുള്ളത്? 45ന്റെ സ്ക്വയർ. 45ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 20 25 ആണ്. ഓക്കെ, 20 25 എന്ന് പറഞ്ഞാൽ 45 സ്ക്വയർ. അപ്പൊ അതിനേക്കാളും കുറവല്ലേ കിടക്കുന്നത്? നമ്മുടെ ഒന്നെങ്കിൽ 41 അല്ലെങ്കിൽ 49 ആണ്. നമ്മുടെ ഏതാണ്? 41ന്റെ സ്ക്വയർ ആണ്, റൂട്ടാണ് എഴുതി വെച്ചിരുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും? റൂട്ട് ഓഫ് 8 പ്ലസ് 49 വെച്ചാൽ 49. റൂട്ട് ഓഫ് 49 എത്ര വരും? 7 വരും. അല്ലെങ്കിൽ ഇത് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ് 40ന്റെ 41ന്റെ. 40ന്റെ സ്ക്വയർ 1600 ആണ്.
അതിന്റെ കൂടെ 40+41 ആ 81 കൂട്ടിയിട്ടാണ് 1681. ഞാൻ കാൽക്കുലേഷന്റെ സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സ് എന്ന് പറഞ്ഞ ക്ലാസ് ഞാൻ കാൽക്കുലേഷന്റെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അത് കണ്ടിട്ടുള്ളവർക്ക് ഇങ്ങനത്തുള്ള ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് 20 21 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 441 വരുന്നത്. അങ്ങനെ വരുന്നത് 20 സ്ക്വയർ 400 20+21 കൂട്ടിയതാണ്. അതേപോലെ ഇവിടെ 40 എല്ലാം അങ്ങനെ 40 41 50 51 നിങ്ങൾ 50 51 ആകുമ്പോൾ 2601 വരും. 50 സ്ക്വയർ 2500 50 101 കൂട്ടിയത്. ഓക്കെ, നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, സ്ക്വയർ റൂട്ടിന്റെ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഏത് നമ്പറിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുന്നത് നമുക്ക് പഠിക്കും. അടുത്ത ദിവസം നോക്കി, ഇൻ ട്രയാങ്കിൾ പി ക്യു ആർ ഈക്വൽ ആണ് ആൻഡ് O is the interior point of triangle PQR such that angle OPR equal to angle ORP. നമുക്കൊന്ന് വരയ്ക്കാം. ഓക്കെ, ആംഗിൾ ട്രയാങ്കിൾ പി ക്യു ആറിൽ പി ക്യൂവും ക്യു ആർ ഈക്വൽ ആണ്. പോയിന്റ് O is the interior point of PQR such that OPR എന്ന് പറഞ്ഞ ആംഗിൾ OPR എന്ന് പറഞ്ഞ ഈ ആംഗിൾ ഈക്വൽ ടു ORP. ഓക്കെ, ഇത് രണ്ടും ഈക്വൽ ആണ് പറഞ്ഞിട്ടുണ്ട്. ഇതും ഈക്വൽ ആണ്. QPയും QR ഈക്വൽ ആണ്. അതേപോലെ നമ്മുടെ OPR OPRും ORPയും ഈക്വൽ ആണ്. ഓക്കെ, അപ്പൊ ഇതും ഐസോസിൽസ് ആണ്. അതേപോലെ PQRും ഐസോസിൽസ് ആണ്. ഈ PQയും QR ഈക്വൽ ആയതുകൊണ്ട് ഈ ടോട്ടൽ ആംഗിൾ ഇവിടുത്തെ ടോട്ടൽ ആംഗിൾ ഈക്വൽ ആയിരിക്കും. ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇത് രണ്ടും ആൽഫ ആണെങ്കിൽ എന്തായിരിക്കും? ടോട്ടൽ രണ്ടും ഈക്വൽ ആണ്. ഇതിനകത്ത് ഇവിടെ ആൽഫ ഉണ്ട്, ഇവിടെ ആൽഫ ഉണ്ട്. ബാക്കിയും ടോട്ടലി ഈക്വൽ ആണ്. ഇത് ബീറ്റ ആണെങ്കിൽ ഇത് എന്ത് തന്നെ ആയിരിക്കും? ബീറ്റ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും ആംഗിൾസ് നമുക്ക് ഈക്വൽ ആണ്. ഇനി നോക്കാം, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. എന്താ? ട്രയാങ്കിൾ POR is isosceles triangle. ട്രയാങ്കിൾ POR ഐസോസിൽസ് ആണോ? അതെ, കാര്യം രണ്ട് ആംഗിൾ ഈക്വൽ ആണെങ്കിൽ രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും. ഇത് എന്താണ്? സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. O is സെൻട്രോയിഡ് ഓഫ് ട്രയാങ്കിൾ PQR. O എന്ന് പറഞ്ഞാൽ സെൻട്രോയിഡ് ഓഫ് PQR. O എന്ന് പറഞ്ഞാൽ PQRന്റെ സെൻട്രോയിഡ് ആണെന്ന് എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? മീഡിയൻസ് കൂട്ടിവിടുന്ന പോയിന്റാണ് സെൻട്രോയിഡ്. സെൻട്രോയിഡ് എന്ന കാര്യം നമുക്ക് ഇതിനകത്ത് തെളിയിക്കാൻ പറ്റും. അപ്പം അത് കറക്റ്റ് അല്ല. ട്രയാങ്കിൾ POQ ഈസ് കോൺഗ്രുവന്റ് ടു RQO. ട്രയാങ്കിൾ PQO PQ വരയ്ക്കാം. ട്രയാങ്കിൾ PQO ഈസ് കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ RQO. PQOയും RQOയും രണ്ടും കോൺഗ്രുവന്റ് ആണെന്ന് നോക്കാം. എങ്ങനെ നോക്കുന്നത്? ഇത് ബീറ്റ, രണ്ട് ആംഗിൾ, ഇത് ബീറ്റയാണ്, ഇതും ബീറ്റയാണ്. അതുപോലെ ഇടയ്ക്കുള്ള ഈ OP എന്ന് പറയുന്നത് OP ഇവിടെ ഉണ്ട്. അതേപോലെ OR PQ എന്താ? PQയും QRും ഈക്വൽ ആണ്. രണ്ട് സൈഡും ഇതും ഈക്വൽ ആണ്. നമ്മൾ POയും ORും ഈക്വൽ ആണ്. കാര്യം രണ്ട് ആംഗിളും ഈക്വൽ ആണ്. ഈ സൈഡും ഈക്വൽ ആണ്. അതേപോലെ QPയും QRും ഈക്വൽ ആണ്. അതിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ ഈക്വൽ ആണ്. അതായത് സൈഡ് ആംഗിൾ സൈഡ്, രണ്ട് സൈഡും അതിന്റെ ഇടയ്ക്കുള്ള ആംഗിളും വേറൊരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡിനും ഇടയ്ക്കുള്ള ആംഗിളും ഈക്വൽ ആണെങ്കിൽ എന്ത് പറയുന്നത്? നമുക്ക് കോൺഗ്രുവന്റ് ആണെന്ന് പറയാം. രണ്ട് ട്രയാങ്കിൾ എന്താണ്? ഇത് രണ്ടും കോൺഗ്രുവന്റ് ആണ്. വിച്ച് ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? ഏതൊക്കെയാണ് കറക്റ്റ്? 1 ഉം 3. സ്റ്റേറ്റ്മെന്റിൽ 1 and 3 നിങ്ങളുടെ ഓപ്ഷൻ ഏതുണ്ട്? ഓപ്ഷൻ 4 ആണ് ആൻസർ. അടുത്ത ദിവസം നോക്കി, ഫൈൻഡ് ദ ആവറേജ് ഓഫ് ദ ക്യൂബ്സ് ഓഫ് ദ ഫസ്റ്റ് 5 നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ ഇത് ഇങ്ങനെ എഴുതുന്നവരാണ് 1ന്റെ ക്യൂബ് 2ന്റെ ക്യൂബ് ഇങ്ങനെ എഴുതി ചെയ്ത് ആൻസർ ശരിയല്ലേ എന്ന് പറഞ്ഞ് എഴുതുന്നവരാണ്. ഇന്നും ചെയ്യരുത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് ഇതിന്റെ ഫോർമുല ഉണ്ട്. എന്താ ഫോർമുല? n × n+1/2 ഹോൾ ക്യൂബ് ഹോൾ സ്ക്വയർ. n × n+1/2 ഹോൾ സ്ക്വയർ. അതാണ് എന്ത്? നമ്മുടെ ക്യൂബിന്റെ ഫസ്റ്റ് ക്യൂബിന്റെ നാച്ചുറൽ നമ്പേഴ്സിന്റെ ക്യൂബിന്റെ ഫോർമുല. അതായത് n × n+. അപ്പൊ n എന്ന് പറഞ്ഞാൽ എത്രയാണുണ്ട്? 5. 5 × 6 ഡിവൈഡ് ബൈ 2 അതിന്റെ ഹോൾ സ്ക്വയർ. ഓക്കെ, ഹോൾ സ്ക്വയർ. ഇതാണ് എന്റെ സം എന്ന് പറയുന്നത്. ഇതാണ് സം ഓഫ് ഫസ്റ്റ് n, സം ഓഫ് ക്യൂബ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. അതാണ് n × n+1/2 ഹോൾ സ്ക്വയർ. അപ്പൊ ഇവിടെ എന്താണ്? n എന്ന് പറഞ്ഞാൽ 5. 5 5 നാച്ചുറൽ നമ്പർ. 5 × n+1 6 ഡിവൈഡ് ബൈ 2 ഹോൾ സ്ക്വയർ. എന്നിട്ട് എന്താ? ആവറേജ്. എത്ര ഉണ്ട്? 5 ഡിവൈഡ് ബൈ 5. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും? ഇത്രയും ചെയ്യേണ്ട കാര്യമുണ്ടോ? നമ്മുടെ ആൻസർ നോക്ക്. ആൻസർ എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ബൈ 5 ആണല്ലോ. 5ന്റെ സ്ക്വയർ ഉണ്ട്, 6ന്റെ സ്ക്വയർ ഉണ്ട്. അപ്പൊ 6നകത്ത് എന്തുണ്ട്? 3 × 2 3 × 2 3 ഉണ്ട്. നമ്മുടെ ആൻസറിനകത്ത് എന്ത് വരും? 9. ന്യൂമറേറ്ററിൽ എന്തായാലും 9 കാണും. ഈ 5 എന്ന് പറഞ്ഞാൽ എന്താ? 2ന്റെ സ്ക്വയർ × 5. അടിയിൽ 20 വരത്തുള്ളൂ. അടിയിൽ ഈ 3നെ വെട്ടാൻ വേണ്ടി ആരുമില്ല. അതായത് നമ്മുടെ ആൻസറിനകത്ത് എന്ത് കാണും? 9 കണ്ടേ പറ്റും. കാര്യം മേളത്തുള്ള ഈ 6നകത്തുള്ള 2 ഒപ്പം ഉണ്ട്. 6 × 6 സ്ക്വയറിൽ ചെയ്തിരിക്കുന്നു. 6 × 6 36നകത്തുള്ള 9 എന്ന് പറയുന്നത് നമ്മുടെ ആൻസറിലും കാണും. അങ്ങനെയുള്ള 9 മൾട്ടിപ്ലോ ഇതല്ല 8 ആണ്. ഇത് 4 × 5 9 ഏതേ വരത്തുള്ളൂ? 45. ഓപ്ഷൻ 4 വരത്തുള്ളൂ.
നിങ്ങൾ ചെയ്താലും 30/2 15ന്റെ സ്ക്വയർ 225/5 45 ആൻസർ വരും. ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ മാർക്ക് ചെയ്യാം. ഓക്കെ, അടുത്ത ദിവസം നോക്കി. If tan a plus b root 3, tan a minus b 1 by root 3, a plus b less than അങ്ങനെ പറഞ്ഞിട്ട് വാല്യൂസ് ഓഫ് എ ആൻഡ് ബി ആണ്. ഓപ്ഷനകത്ത് എന്താ നിങ്ങൾ എയുടെയും ബിയുടെയും വാല്യൂ. ഇത് ഒരുപാട് പേര് ഇങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. എ പ്ലസ് ബി ഈക്വൽ ടു റൂട്ട് 3 ആണെങ്കിൽ 60 വരും. ടാൻ റൂട്ട് 3 60 ആണ്. അങ്ങനെ എ മൈനസ് ബി ഈക്വൽ ടു 30 എന്ന് എഴുതും. എന്നിട്ട് ഓരോന്നിന്റെ വാല്യൂ എ എന്ന് പറഞ്ഞാൽ 2 കൂട്ടിയിട്ട് പകുതി 60 പ്ലസ് 30 വരും 45. അങ്ങനെയുള്ള ഓപ്ഷൻ എ 45 ബി മറ്റേ എ പ്ലസ് ബി 60 ബി 15. ഇത് തന്നെയാണ് ആൻസർ. ഇങ്ങനെയൊക്കെ എഴുതേണ്ട കാര്യമുണ്ടോ? നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്ക്. എ പ്ലസ് ബി ടാൻ എ പ്ലസ് ബി റൂട്ട് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പ്ലസ് ബിയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 60 എന്ന് കിട്ടി. ടാൻ 60 ആണ് റൂട്ട് 3. എ പ്ലസ് ബി 60 ആയിട്ടുള്ള ഓപ്ഷൻസ് ഏതൊക്കെ നോക്ക്. 60 30 120 ആണ്. 30 30 60 ആണ്. ഓക്കെ, എ പ്ലസ് ബി 30 ഉണ്ട്. രണ്ട് ഈക്വൽ അല്ലല്ലോ, ഈക്വൽ അല്ല. എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതുമല്ല. ഓപ്ഷൻ 3യിൽ നോക്കൂ. 45 15 60 ആണ്. എ ഗ്രേറ്റർ ദാൻ ബി ആണ്. ഓപ്ഷൻ 4 60 ആണ്. പക്ഷേ ബി എയുടെ വാല്യൂ ബി എയുടെയും ബിയുടെയും വാല്യൂ റെസ്പെക്റ്റീവ്ലി അയച്ചേക്കുന്നത് എ ഗ്രേറ്റർ ദാൻ ബി ആണ്. ഇതുമല്ല. സമ്മ് 60 വേണം. എ ഗ്രേറ്റർ ദാൻ ബി ആവണം. ഓപ്ഷൻ 3 മാത്രമേ ഉള്ളൂ. അങ്ങനെ എന്ത് ചെയ്യും, ആൻസർ പെട്ടെന്ന് കണ്ടു. അടുത്ത ദിവസം നോക്കി. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ ഗിവൻ എക്സ്പ്രഷൻ 30 മൈനസ് 40. അപ്പൊ ഇത് നിങ്ങൾ മാക്സിമം വീട്ടിൽ ചെയ്യുമ്പോൾ മനസ്സിൽ തന്നെ ചെയ്യാൻ നോക്കുക. ചുമ്മാ എടുത്ത് എഴുതാൻ നിൽക്കരുത്. എന്ത് ചെയ്യുക, അകത്ത ബ്രാക്കറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. 25 മൈനസ് 13 മൈനസ് 12, അതായത് 25 മൈനസ് 25 മൈനസ് 13 മൈനസ് 12 മൈനസ് 25 25 മൈനസ് 25 0. ഇവിടെ 56. 40 മൈനസ് 56 എന്ന് പറയുമ്പോൾ മൈനസ് 16. 30 മൈനസ് മൈനസ് 16, 30 പ്ലസ് 16 എത്ര വരും? 46. നിങ്ങൾ എന്ത് ചെയ്യാം, ഇത് പേന എടുക്കാതെ ചെയ്യണം. പേന എടുക്കാതെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ക്വസ്റ്റ്യൻ ചെയ്യണം. ഓക്കെ, അടുത്ത ദിവസം നോക്കി. ഫോർ വാട്ട് വാല്യൂ ഓഫ് എം വിൽ ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻ 17x പ്ലസ് എം വൈ പ്ലസ് 102 ഈക്വൽ 0 ആൻഡ് 23x പ്ലസ് 299y പ്ലസ് 118 0 ഹാവ് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ്. ഇപ്പൊ ഈ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ഉണ്ട്, നോ സൊല്യൂഷൻ ഉണ്ട്, സിംഗിൾ സൊല്യൂഷൻ ഉണ്ട്. സിംഗിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 2 ലൈൻസ് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഒരു സൊല്യൂഷൻ ഉണ്ട്, ഒരു പോയിന്റിലെ ഇവർ കൂട്ടുകയുള്ളൂ. നോ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 2 പാരലൽ ലൈൻസ്. ഇനി ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലൈൻ ഇങ്ങനെ പോകുകയാണെങ്കിൽ അതിന്റെ മേളിൽ കൂടെ തന്നെ അടുത്ത ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിന്റ്സിൽ എന്ത് ചെയ്യും, മീറ്റ് ചെയ്യും. അങ്ങനെ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ്. ഇനി ബാക്കിയുള്ളവർ ചെയ്യുന്നത് ഇങ്ങനെ m1 ബൈ, അതായത് 17/23 ഈക്വൽ ടു m ബൈ 299. ഇനി ഇത് മതി, ബാക്കി നോട്ട് ഈക്വൽ ടു അതിന്റെ ബാക്കി കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് വേണമെങ്കിൽ ഇതാണ് കണ്ടീഷൻ. അതിനകത്ത് എന്ത് ചെയ്യും, എമ്മിന്റെ വാല്യൂ കണ്ടുപിടിക്കും. നിങ്ങൾ ഇങ്ങനെയൊക്കെ എഴുതേണ്ട കാര്യമുണ്ടോ? ഇങ്ങനെ എഴുതേണ്ട കാര്യമില്ല. നന്നായിട്ട് ബേസിക് അറിഞ്ഞ് അല്ലെങ്കിൽ ക്ലാസ് കണ്ട് പഠിച്ചിട്ട് പോകുന്നത് എന്താ ചെയ്യേണ്ടത്? ഇവിടെ നമുക്ക് 23 299 എത്ര മടങ്ങാണ്? 299/23 ചെയ്യും എത്ര? 1, ബാക്കി 69 13 മടങ്ങാണ്. ഇപ്പൊ 29 ഗുണം 13 ആയിട്ട് ഈ 17 ഗുണം ഇവിടെ എത്ര വരത്തുള്ളൂ? ഇൻറ്റു 13 ചെയ്തു. ഇതേ റേഷ്യോയിലായിരിക്കും. 13 ഗുണം 13, 3 ഗുണം 7 21, 1 യൂണിറ്റ് വരും. നമ്മൾ ഓപ്ഷൻ ചെയ്യേണ്ട ഓപ്ഷൻ 13 ഗുണം 17 നമുക്കറിയാം 170 51 271. നമ്മൾ ആൻസർ 221 വരും. അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടീഷൻ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ എന്താ ഇൻഫൈനൈറ്റ് നമ്പർ സൊല്യൂഷൻ ആണെങ്കിൽ ഓരോന്നിന്റെ കോഎഫിഷ്യന്റിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സെയിം ആയിരിക്കും. 17/21 ഈക്വൽ ടു m ബൈ 299 ആണ്. അപ്പം m എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര 17 × 299/21 17 × 11 എത്ര കിട്ടും? 221. ഇങ്ങനെ ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ഇതേപോലത്തെ ടൈപ്പ് വരുവാണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യാൻ നോക്കുക. ഓക്കെ, നോക്കിയാൽ വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ ലാർജസ്റ്റ് സ്ഫിയർ ദാറ്റ് ക്യാൻ ബി കാർവ്ഡ് ഔട്ട് ഓഫ് എ വുഡൻ ക്യൂബ് ഓഫ് സൈഡ് 25 സെന്റിമീറ്റർ. ഇത് നിങ്ങൾ പഠിച്ചിട്ട് പോകാത്തവര്, അതായത് ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്നവർ എന്ത് ചെയ്യും? പോയി പടമൊക്കെ വരയ്ക്കും. പടമൊക്കെ വരച്ച് ഇങ്ങനെയൊക്കെ വരച്ച് 21 പറയും. എന്നിട്ട് ഇതിന്റെ റേഡിയസ് എത്ര ഇടും? 21/2 എന്നിട്ട് ഇത് പഠിച്ചിട്ട് പോകണം. ഒരിക്കലും ഇത് അവിടെ പോയി പടം വരയ്ക്കാൻ നിൽക്കരുത്. അപ്പോൾ ലാർജസ്റ്റ് സ്ഫിയർ, ആ ലാർജസ്റ്റ് സ്ഫിയറിന്റെ ഒരു വുഡൻ ക്യൂബിൽ നിന്ന് എടുക്കുന്ന ലാർജസ്റ്റ് സ്ഫിയറിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ അതിന്റെ സൈഡിന്റെ പകുതി ആയിരിക്കും. നമ്മുടെ റേഡിയസ് എന്ത് കിട്ടി? 21/2 ആണ്. വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ ലാർജസ്റ്റ് സ്ഫിയർ? വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? വോളിയം എന്ന് പറഞ്ഞാൽ സ്ഫിയറിന്റെ വോളിയം 4/3 പൈ 22/7 ഇൻറ്റു r ക്യൂബ് 21/2 ക്യൂബാണ്. ഇതാണ് എന്ത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആൻസറിൽ ഇവിടെ നോക്ക്, ഇവിടെ ഒരു 3 ഉണ്ട്. ഇവിടെ 7 ഗുണം 3 7 ഗുണം 3 7 ഗുണം 3 വട്ടം 3 ഉണ്ട് അല്ലേ? 3 3 3 3 3 3ന്റെ ക്യൂബാണ് നടക്കുന്നത്. അപ്പോൾ ഒരു ക്യൂബായിട്ട് ഒരെണ്ണമായിട്ട് ഒരു 3 ആയിട്ട് ഇവിടെ വെട്ടിപ്പോകും. ആ 3 3 3ന്റെ ക്യൂബ് നടക്കുന്നത്. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്തായാലും 9 വെട്ടിപ്പിളാണ്. 3 ഗുണം 3 മേളിൽ എന്തായാലും ഉണ്ട്. താഴെ ഒരു 3 വെട്ടിക്കളാനുള്ളൂ. 9 വെട്ടിപ്പിൾക്ക് ആൻസർ. ഇങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. 9 വെട്ടിപ്പിൾ നോക്ക്. 8 1 9 നോക്കണ്ട, 5 3 8 എന്തായാലും 9 വെട്ടിപ്പിള. ഇതല്ല ആൻസർ. അടുത്ത് നോക്ക് 8 1 9 5 2 7 9 വെട്ടിപ്പിള. ഇതല്ല ആൻസർ. അടുത്ത് നോക്ക് 8 1 9 8 1 9 ഇത് 9 വെട്ടിപ്പിളാണ്. നമുക്ക് ഹോൾഡ് ചെയ്യാം. അടുത്ത് നോക്ക് 8 8 16 16 16 6 22 5 27 ഇതും എന്താ 9 വെട്ടിപ്പിള. ഹോൾഡ് ചെയ്യും. ഇനി എന്താ അടുത്ത് ചെക്ക് ചെയ്യേണ്ടത്? അടുത്ത 11 വെട്ടിപ്പിള. 22 എന്ന് പറഞ്ഞാൽ 11 വെട്ടിപ്പിള. അടിയിൽ 11 ഒന്നുമില്ല. 11 വെട്ടിപ്പിള ഇതിനകത്ത് 8 1 9 8 1 9 ഇത് 11 വെട്ടിപ്പിളാണ്. ഇത് 11 ആണ്. 16 11 അല്ല, ഡിഫറൻസ് 5 ആയിരുന്നു. നമ്മുടെ 11 വെട്ടിപ്പിളാണോ 9 വെട്ടിപ്പിളാണോ? നമ്മൾ ഓപ്ഷൻ 3 ആണ്.
നിങ്ങൾ ഡയറക്റ്റ് 11 മൾട്ടിപ്പിൾ നോക്കിയാലും ഓപ്ഷൻ 3 മാത്രമേ കാണൂ. പക്ഷെ നമ്മൾ ഡയറക്റ്റ് 11 മൾട്ടിപ്പിൾ നോക്കാൻ സമയം എടുക്കും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം അങ്ങനെ ചെയ്തത്. ഇത്രയും എഴുതിയാലും നിങ്ങൾ എന്ത് ചെയ്യാം, കാൽക്കുലേഷൻ ചെയ്യാതെ തന്നെ ആൻസർ കണ്ടുപിടിക്കും. ഇതൊക്കെ ഞാൻ ആ CGL കഴിഞ്ഞ പ്രിലിംസിന്റെ ഷിഫ്റ്റ് വൈസ് ചെയ്തപ്പോൾ പറഞ്ഞു തന്നിട്ടുള്ള മെത്തേഡ്സ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഓക്കെ. റെക്ടാംഗിൾ കുറച്ച് വലിയ ക്വസ്റ്റ്യൻ പോലെയുള്ളൂ, പക്ഷേ എളുപ്പമുള്ള ടൈപ്പാണ്. ഇതെല്ലാം ചോദിച്ചിട്ടുള്ള ടൈപ്പാണ്. റെക്ടാംഗുലർ പാർക്ക് ഈസ് 120 meter long and 104 meter wide. നോക്കി, ഒരു റെക്ടാംഗുലർ പാർക്കാണ്. റെക്ടാംഗുലർ പാർക്ക് എത്ര മീറ്റർ ആണ്? 120 meter ലോങ്ങും അതേപോലെ 104 meter വൈഡുമാണ്. A 1 meter wide path runs along the boundary of the park, remaining completely inside the park area. Thus, outside edges of the path run along the boundary wall of the park. Okay, outside edge of pathന്റെ outside edge ബൗണ്ടറി വളത്ത് പാർക്കാണ് അകത്ത്, ബൗണ്ടറി ഓഫ് ദ പാർക്കിൽ അകത്തൂടെ. ഓക്കെ, 1 meter പാത്താണ്. ഓക്കെ, 1 meter പാത്ത്. അപ്പൊ ഫിഗർ നല്ല കറക്റ്റ് ആയിട്ട് വരയ്ക്കും. റെക്ടാംഗുലർ പാർക്ക് ഉണ്ട്, 1 meter പാത്ത് റൺസ് അലോങ് ദ ബൗണ്ടറി ഓഫ് ദ പാർക്ക്, റിമൈനിങ് കംപ്ലീറ്റ്ലി ഇൻസൈഡ് ദ പാർക്ക്. ഓക്കെ, അകത്ത് തന്നെയാണ്, പാർക്ക് ഏരിയയുടെ അകത്ത് തന്നെ. ദോസ് ഔട്ട്സൈഡ് എഡ്ജ് ഓഫ് ദ പാത്ത് റൺ അലോങ് ദ ബൗണ്ടറി വാൾ ഓഫ് ദ പാർക്ക്. ഓക്കെ, ഔട്ട്സൈഡ് എഡ്ജ് പുറത്താണ്, കറക്റ്റാണ്. The inside edges of the path are marked with a white line of negligible thickness. ഇവിടെ ഇങ്ങനെ വൈറ്റ് ലൈൻ, ഇതെല്ലാം ഇങ്ങനെ വൈറ്റ് ലൈൻ അടിക്കാൻ വേണ്ടിയാണ് അവർ പ്ലാൻ ചെയ്തത്. If it costs 2.5 to mark each meter with the white line, then how much would it cost to fully mark the inside edges of the path? Inside edge മാത്രം ചെയ്യാൻ വേണ്ടി ഇതെന്താ പറഞ്ഞത്, ഇത്ര വിത്ത് പാത്തിന്, ഇതാണ് നമ്മുടെ പാത്ത് എന്ന് പറയുന്നത്. 1 meter ആണ് വിത്ത്, എല്ലായിടത്തും 1 meter ആണ്. ഇതിന്റെ ഡിസ്റ്റൻസ് എത്ര വരും? ഇവിടെ 120 ആണ് ടോട്ടൽ ഉള്ളത്. ഇവിടെ 1 meter പോയി, ഇവിടെ 1 meter പോയി, 118 meter ഇവിടെ വരും. അതുപോലെ ഇവിടെ 104 ഉള്ളത്, 1 meter ഇവിടെയും പോയി പാത്തിന്, അതുപോലെ 1 meter ഇവിടെയും പോയി പാത്തിന്. എത്ര വരും? ഇത് 102 വരും. അപ്പൊ നമ്മുടെ എന്താ ചോദിച്ചിരിക്കുന്നത്, ഇതിന് ചുറ്റും ഈ അകത്തുള്ള ഈ പാത്തിന്റെ എഡ്ജസിന് ചുറ്റും എന്ത് ചെയ്യുക, വൈറ്റ് അടിക്കുക. അപ്പൊ അതിന് മീറ്ററിന് 2.5 ആവും. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? അങ്ങനെ എത്ര രൂപയാവും? 2.5 എന്ന് പറഞ്ഞാൽ 5/2 ആണ്. 5/2 ഇൻറ്റു എന്താ ഇതിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു A + B, 2 ഇൻറ്റു L + B. 118, 120, 220 അല്ലെ? 118, 120, 220. എത്ര വരും? 2 പോയി 5, 22, 110, 0. ഓപ്ഷൻ എ. അത് 11 മൾട്ടിപ്പിൾ ആയിരിക്കും, അത് നോക്കിയാൽ മതി. ഓക്കെ, അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. A basket contains 350 eggs. 12% of the eggs are rotten. Then how many eggs are good enough to be sold? 12%, 150 100%. 12% റോട്ട് ആണെങ്കിൽ എത്ര പെർസെന്റേജ് ആണ് ബാക്കിയുള്ളത്? 350ന്റെ 88%. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 88 എന്ന് പറഞ്ഞാൽ 11 മൾട്ടിപ്പിൾ. 11 മൾട്ടിപ്പിൾ ആയതുകൊണ്ട് ഇത് 11 മൾട്ടിപ്പിൾ അല്ല, ഇത് 8, 3, 11, ഇത് 11 മൾട്ടിപ്പിൾ ആണ്. ഇത് 8, 4, 12 അല്ല, ഇത് 0, 1, ഇത് 11 മൾട്ടിപ്പിൾ അല്ല. ഓപ്ഷൻ 2 മാത്രമേ 11 മൾട്ടിപ്പിൾ ഉള്ളൂ. അപ്പൊ അത്രയും തന്നെ ചെയ്താലും മതി, അത്രയും ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ നമ്മൾ ഇന്ന് മാർച്ച് 2 CGL മെയിൻസിന് ചോദിച്ച മാർച്ച് 2ന്റെ 30 ക്വസ്റ്റ്യൻസ് നമ്മൾ സൊല്യൂഷൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇനി 3 ദിവസത്തെ ഷിഫ്റ്റ് കൂടെ, അതായത് 90 ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. നിങ്ങൾ ഈ ക്ലാസ്സിൽ നിന്നും പുതിയ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും, പക്ഷെ നിങ്ങൾ സമയത്ത് ചെയ്ത് തീർത്തോ. 60 മിനിറ്റിൽ റീസണിംഗ് മാത്സ് നിങ്ങൾ ചെയ്ത് തീർത്തോ. അതിൽ 180 170+ നിങ്ങൾ മാർക്ക് മേടിച്ചിട്ടുണ്ടെന്നാണ് നോക്കേണ്ടത്. അങ്ങനെ മേടിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും ഈ എക്സാം എളുപ്പമാണെന്ന് പറഞ്ഞതിൽ ഒരു അർത്ഥമില്ല. നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞ മെത്തേഡ് ശ്രദ്ധിക്കുക. നമ്മൾ ആൻസർ ചെയ്യുന്ന ഡീറ്റെയിൽസ് ഉണ്ട്, യൂണിറ്റ് കൺസെപ്റ്റ് ഉണ്ട്, അങ്ങനെ അപ്രോക്സിമേഷൻ ഉണ്ട്. ആ മെത്തേഡ്സ് നിങ്ങൾ സ്വന്തം മെത്തേഡ് ആക്കുക. നമ്മൾ മാക്സിമം ക്ലാസ് തരുന്നതായിരിക്കും. എല്ലാ ക്ലാസ്സും ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ക്ലാസ്സും കണ്ടവർക്ക് നല്ല വ്യത്യാസം നിങ്ങൾക്ക് ഇപ്പൊ തന്നെ അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞ രീതിയിൽ മാത്സ് പഠിക്കേണ്ട എങ്ങനെയാണ് എല്ലാ വീഡിയോയും ചെയ്തിട്ടുണ്ട്. മാക്സിമം ക്ലാസ് നിങ്ങൾ കാണുക. നമ്മൾ ബേസിക് തൊട്ട് ക്ലാസ് കാണുന്നവർക്ക് അൺഅക്കാഡമിയിൽ SSC MTSന്റെ ലൈവ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ എൻറോൾ ചെയ്യാൻ പറ്റും. നിങ്ങൾ എല്ലാവരും ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. എല്ലാവർക്കും വേണ്ടി നല്ല CGL വേണ്ടി നല്ല ക്ലാസ്സുകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. എല്ലാ നോട്ടിഫിക്കേഷനും എല്ലാ PDF-കളും എല്ലാം അതിനകത്ത് കിട്ടും. മാക്സിമം എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ മലയാളത്തിൽ ഇങ്ങനെയുള്ള വീഡിയോസ്, നല്ല ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന വീഡിയോസ് നല്ല കുറവാണ്. ഓക്കെ, അപ്പോൾ ആരും ഇങ്ങനെ ഡെയിലി വീഡിയോ ഇടുന്ന ഒരു ചാനലും ഇല്ല, ഇത്രയും വീഡിയോസ് ഇട്ടുള്ള ഒരു ചാനലും ഇല്ല. ഡെയിലി ഇത്ര അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി വീഡിയോസ് തരുവാണ്. അപ്പോൾ അതിന് നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പറ്റും. മാക്സിമം പേർക്ക് ഇത് ഷെയർ ചെയ്യുക. അങ്ങനെ ആയാലേ പുതിയ ക്ലാസ് തരാൻ നമുക്കൊരു ഇൻസ്പിറേഷൻ ഉള്ളൂ. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ കമന്റ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.